ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരെല്ലാം അങ്ങ് കാത്തു പരിപാലിക്കണമേ. ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ ഞങ്ങളെല്ലാവരെയും കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രലോഭനം ഉൾപ്പെട്ട് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ കാത്താട്ടെ. അങ്ങനെ ചെയ്യുന്നതിനായി ഞങ്ങൾ ഉപയോഗിച്ചാട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവം അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഇവിടെ ഇരുന്ന് 2 പേരാണോ പുറകിരിക്കണേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ? ചെവിക്ക് ബുദ്ധിമുട്ടുണ്ടോ? പെടല് വേദന? ഓക്കെ, ശ്രദ്ധിച്ചേ. ഹോളിലും ഓൺലൈനിലും ഒക്കെ ആയിരിക്കുന്ന എല്ലാവർക്കും പ്രഭാതത്തിൽ വന്ദനം അറിയുകയാണ്. പ്രൈസ് ഗാഡ്. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അപ്പോൾ സാധാരണ നമ്മൾ പള്ളിയിലൊന്നും കേൾക്കാത്ത ഒരു ടെക്നോളജിയെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ് രാവിലെ. അതിനുശേഷം ഒരു അല്പമായി കുടുംബജീവിതത്തെക്കുറിച്ചും പറഞ്ഞ് ഈ സെക്ഷൻ തീർക്കാനായിട്ട് ദൈവത്തെ ശരണപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളെ ദൈവം ആക്കി വച്ചിരിക്കുന്നത് അദൃശ്യനായ ദൈവത്തെ ഭൂമിയിൽ ദൃശ്യമാക്കാനാണ്. അങ്ങനെ ഒരു ടെക്നോളജി ബൈബിളിലുണ്ട്. പക്ഷെ മനുഷ്യർക്ക് അത് ടെക്നോളജിയാണെന്ന് മനസ്സിലാകുന്നില്ല. ആ ടെക്നോളജിയുടെ പേരാണ് ഇമ്മാനുവൽ. അദൃശ്യനായ ദൈവത്തെ ഭൂമിയിൽ ദൃശ്യമാക്കുകയാണ് ആ ടെക്നോളജിയോട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഈ ജഡമനുഷ്യരായ നമുക്ക് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവർക്ക് ആത്മീയ കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല. ഒരു ജഡീകനോ ഇതൊന്നും മനസ്സിലാവില്ല. പ്രാകൃത മനുഷ്യൻ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാകത്തില്ല. അവനെല്ലാം ജഡീകമായിട്ട് അങ്ങ് എടുക്കും. നമുക്കിവിടെ പല ടെക്നോളജികളുണ്ട്, അല്ലേ? പ്രകൃതി ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച ടെക്നോളജിയിലുണ്ട്. ആ ടെക്നോളജി ഉപയോഗിച്ചാണ് വിമാനം പറക്കുന്നത്, വണ്ടി ഓടുന്നത്. ലോ ഓഫ് ഫ്രിക്ഷൻ ഉപയോഗിച്ചാണ് വണ്ടി മൂവ് ചെയ്യുന്നത്. ടയർ റോട്ടിൽ ഇങ്ങനെ കറങ്ങുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാകും. അപ്പോൾ അത് കണക്ട് ചെയ്തിരിക്കുന്ന വണ്ടി മുമ്പോട്ട് പോകും, അല്ലേ? അപ്പോൾ തന്നെ വിമാനം പറക്കുന്നത് അത് ഉപയോഗിക്കുകയാണ്. ബെർണൂലിയസ് ലോ ഉപയോഗിച്ചാണ് വിമാനം പറക്കുന്നത്. വെൻ ദ വെലോസിറ്റി ഇൻക്രീസ് പ്രഷർ ഡിക്രീസ്. അത് ഉപയോഗിച്ച് വിമാനം എല്ലാം ടെക്നോളജികളാണ്. ഇത് നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലെങ്കിൽ ചുമ്മാ നോക്കിയേ. പണ്ടൊക്കെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ വെള്ളം കോരുന്നത് ആഴമേറിയ കിണറ്റിൽ നിന്ന് വെള്ളം കോരി എടുത്തുകൊണ്ട് വന്ന് ദൂരെ നിന്ന് ചുമന്നും ഒക്കെ കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ തൊട്ടി നിറച്ചത്. ഞങ്ങൾ അങ്ങനത്തെ വീട്ടിൽ ജനിച്ച് വളർന്നതാണ്. അപ്പോൾ പക്ഷേ ഇന്നങ്ങനെയാണോ? ഇത്രയൊന്നും വേണ്ട. രാവിലെ മുതൽ വൈകിട്ട് ഒരു അമ്മച്ചി വെള്ളം കോരിയാലും സംഭവിക്കാത്ത കാര്യങ്ങൾ 5-10 മിനിറ്റ് മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് സിസ്റ്റം സാധനം മുകളിൽ ടാങ്കിൽ കയറി. ശരിയല്ലേ? ടെക്നോളജി ഉപയോഗിക്കുക. ഇനിയിപ്പോൾ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജികളാണ്. ഇനിയിപ്പോൾ പ്രകൃതിയുടെ ടെക്നോളജി നോക്കിയേ. കടലിലെ വെള്ളം നീരാവിയായി ആകാശത്തിലേക്ക് ഉയർന്നു. അവിടെ നിന്ന് നേരെ നമ്മുടെ വീടുകളിൽ എല്ലായിടത്തും പെയ്യുന്ന ടെക്നോളജിയുടെ പേരെന്താ? മഴ. മനസ്സിലായോ? കടലിലെ വെള്ളം നീരാവിയായി പൊങ്ങി താഴെ നേരെ നമ്മുടെ വീട്ടിലേക്ക് വെള്ളമായിട്ട് വരുന്ന ടെക്നോളജിയുടെ പേരാണ് മഴ. മനസ്സിലായോ? ഇതേപോലെ സ്വർഗത്തിലെ അദൃശ്യനായ ദൈവം ഭൂമിയിൽ ദൃശ്യമാകുന്ന ടെക്നോളജിയുടെ പേരാണ് ഇമ്മാനുവൽ. അത് ഹെവൻലി ടെക്നോളജിയാണ്. അപ്പോൾ ഓരോന്ന് കാര്യം ഒന്ന് മനസ്സിലാക്കണം. ആ ടെക്നോളജി ഉപയോഗിക്കപ്പെട്ട വ്യക്തിയുടെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്. ഈ ടെക്നോളജിയുടെ പേര് പറഞ്ഞു തന്നത് വേറെ ആരുമല്ല, സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതനാ പറഞ്ഞു തന്നെ. അവൻ ഇമ്മാനുവൽ എന്ന് പേര് വിളിക്കപ്പെടും. ഇമ്മാനുവൽ എന്ന് പേര് വിളിക്കപ്പെടും. എന്നിട്ട് പറയാണ് ഇമ്മാനുവൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ആ പേരിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേക്കണേ. സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ മനുഷ്യരോടുകൂടെ. ഇതാണ് ആ ടെക്നോളജിയിലുള്ള പ്രത്യേകത. അതായത് ഭൂമിയിൽ വരണമെങ്കിൽ ദൃശ്യമാകണം, സ്വർഗത്തിലാണെങ്കിൽ അദൃശ്യമാണ്. അദൃശ്യനായ ദൈവം ഭൂമിയിൽ ദൃശ്യമാകും. ആ ടെക്നോളജിയുടെ പേരാണ് ഇമ്മാനുവൽ. ഇനി ഇന്നലെ നിങ്ങൾ പഠിച്ചതൊക്കെ ആയിട്ടും ചിന്തിച്ചു നോക്കിയേ. സ്വർഗത്തിൽ തന്നെ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ ഫിറ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശവും ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ടെക്നോളജി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. സ്പിരിച്വൽ ടെക്നോളജി അത് അദൃശ്യനായ ദൈവത്തെ ദൃശ്യമാക്കുന്നു. ഇന്നലെ നിങ്ങളൊരു പൈപ്പ് കണ്ടോ? ഓർക്കുന്നുണ്ടോ പൈപ്പ്? ആ പൈപ്പിലൂടെ ഒരു പ്രത്യേക ടെക്നോളജി കാണിച്ചതുണ്ടോ? അത് തന്നെ ഈ സാധനം. സ്വർഗത്തിലെ ദൈവം ഭൂമിയിലാവുകയാണ്. നമ്മൾ ഇന്നലെ മനുഷ്യനെ ഒരു പൈപ്പായിട്ട് കാണിച്ചു. അതിന് 2 എൻഡ് ഉണ്ടെന്നും ഒരെൻഡ് സ്വർഗത്തിലും മറ്റേ എൻഡ് ഭൂമിയിലുമാണെന്നും. സ്വർഗത്തിൽ എൻഡിലാണ് ആത്മാവ്, ഭൂമിയിൽ എൻഡിലാണ് ശരീരം, ജഡം, അല്ലേ? ദൈവം വസിക്കുന്നത് ഭൂമിയിലോ സ്വർഗത്തിലോ? സ്വർഗത്തിൽ. അപ്പോൾ പക്ഷേ ഉറങ്ങുകയാണ് രാവിലെ. ശ്രദ്ധിച്ച് കേൾക്കത് കാണുക, മനസ്സിലാക്കുക. നിങ്ങൾക്കിത് മനസ്സിലാക്കിയാലേ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളൂ. ഇത് മനസ്സിലാക്കിയിട്ട് ആത്മാവിൻ്റെ സൈഡ് ഇതാണ്, ജഡത്തിൻ്റെ സൈഡ് താഴെയാണ് ഭൂമി.
ഇത് സ്വർഗമാണ്. മനുഷ്യന് ആത്മാവുമുണ്ട്, ജഡമുണ്ട്. അതിൻ്റെ ഇടയിലുള്ള മനുഷ്യനാണ് സോൾ, ദേഹി. അപ്പോൾ ഇതാണ് നമ്മൾ ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്ത് ഈ പേന. എല്ലാ ഉപമകളാണ്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്ന് ആത്മാവിൻ്റെ പാർട്ടിലൂടെ കയറി ഇങ്ങോട്ട് വന്ന് ദൈവത്തിന് വഴി തുറക്കാൻ നമ്മളോട് പറഞ്ഞേ, യഹോവയ്ക്ക് വഴി ഒരുക്കുക. അങ്ങനെ നമ്മൾ വഴി ഒരുക്കിയാൽ നമ്മളിലൂടെ ദൈവം വന്നിട്ട് ഭൂമിയിൽ അങ്ങ് വെളിപ്പെടും. ആ ഭൂമിയിൽ വെളിപ്പെടുമ്പോൾ ഈ സ്ഥലം ഏതാ? ശരീരമണ്ഡലോ, ജഡമണ്ഡലോ. അപ്പൊ ദൈവം ഇതിലൂടെ വരുമ്പോൾ ഏതിലൂടെ വെളിപ്പെടും? ജഡത്തിലൂടെ വെളിപ്പെടും. അപ്പൊ ആത്മാവാകുന്ന ദൈവം നമ്മുടെ ആത്മാവിലൂടെയും ദേഹിയിലൂടെയും വന്നിട്ട് ജഡത്തിലൂടെ അങ്ങ് വെളിപ്പെടും. ഇതിന്റെ പേരാണ് ഇമ്മാനുവൽ, ഈ ടെക്നോളജിയുടെ പേര്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നു, ആ ടെക്നോളജി. അതുകൊണ്ടാണ് ദൂതൻ വന്നിട്ട് മത്തായി 1-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം മലയാളത്തിൽ, 23-ാം വാക്യം ഇംഗ്ലീഷിലും പറയുന്നത് അവന് ഇമ്മാനുവൽ എന്ന് പേര് വിളിക്കണം. അതുകൊണ്ട് 21 കൂടി ചേർത്ത് വായിച്ചോളൂ, അപ്പോൾ മനസ്സിലാവുമല്ലോ. മത്തായി 1:21-22 അവൾ ഒരു മകനെ പ്രസവിക്കും. അതിന്റെ മോളും കൂടി വായിച്ചു. ആരാ ഇത് പറഞ്ഞത്? ആരോട് പറയണമെന്ന് നോക്കിയോ? ദാവീദിന്റെ മകനായ ജോസഫേ, ജോസഫിനോട് പറയുകയാണ്, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. സ്വർഗത്തിൽ ദൂതം വന്നിട്ട് പറയാണ് ജോസഫിനോട്, നിന്റെ ഭാര്യയായി ഇതാ മറിയെ ചേർക്കാൻ ശങ്കിക്കേണ്ട. കാരണം ഇവിടെ വിഷയം എന്ന് പറഞ്ഞെങ്കിൽ പുള്ളിക്കാരൻ പയ്യെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ ഭാവിച്ചു. കാരണം കൂടി വരുന്നതിന് മുമ്പ് ഗർഭിണിയായി. മനസ്സിലായോ? ഇതൊരു നിഴലാണ്. പുരുഷൻ കൂടി വരുന്നതിന് മുമ്പ് തന്നെ സ്ത്രീ ഗർഭിണിയായി. അതായത് ഇത് ഭൂമിയുടെ ടൈപ്പ് അല്ലെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇത് ഭൂമിയിൽ ഒരു പുരുഷനും സ്ത്രീയും കൂടി ചേരുമ്പോൾ ഉള്ള ആ ഗർഭധാരണമല്ല, ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവാൽ സംഭവിച്ച ക്രമീകരണമാണ്. താഴേക്ക്, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അപ്പോൾ പുരുഷനാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാലാ. അതുകൊണ്ട് ദൈവപുത്രൻ വിളിക്കപ്പെടും. അപ്പൻ ദൈവമാ. ഹല്ലേലൂയ. താഴേക്ക്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണമെന്ന് പറഞ്ഞു. നീ അവന് രക്ഷകൻ എന്ന് പേരിടണം. കാരണം ആ പ്രവർത്തനം നടക്കുന്നത് പാപത്തിന് രക്ഷിക്കുകയാണ്. അപ്പൊ ഈ കുഞ്ഞിന് രക്ഷകൻ എന്ന് പേരിടണം. യേശു എന്ന് വെച്ചാൽ രക്ഷകൻ, രക്ഷകൻ എന്ന് പേരിടണമെന്ന് പറഞ്ഞു. അപ്പൊ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് പേരിടുന്നത്. താഴേക്ക്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. മനസ്സിലായോ? അപ്പൊ ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലെ ടെക്നോളജി ദൈവം നമ്മോട് കൂടെയാണ്. പിടുത്തം കിട്ടിയോ? ദൈവം നമ്മോട് കൂടെ. അപ്പോ നമ്മളിത് അറിയാൻ പാടില്ലാത്ത ഉടനെ എന്തിക്കും, യേശുക്രിസ്തു ആണ് സ്വർഗത്തിലെ അത്യുന്നതനായ ദൈവമെന്ന്. ഇതുവരെ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. സ്വർഗത്തിലെ അത്യുന്നതനായ ദൈവം യേശുക്രിസ്തുവിലൂടെ നമ്മോട് കൂടെ. അതാണ് അതിന്റെ അർത്ഥം. ആ ടെക്നോളജി ഉപയോഗിച്ചാൽ സ്വർഗത്തിലെ യേശുക്രിസ്തുവിന്റെ അപ്പൻ അത്യുന്നതനായ ദൈവം യേശുക്രിസ്തുവിന്റെ ജഡത്തിലൂടെ ഭൂമിയിൽ മനുഷ്യരോട് കൂടെ ആവും. ഇതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പൊ ആ ടെക്നോളജിയുടെ പേര് ടെക്നോളജി വ്യക്തമായിട്ട് നാം മനസ്സിലാക്കണം. എന്തിനാ നമ്മൾ മനസ്സിലാക്കേണ്ടത്? വല്ല ആവശ്യമുണ്ടോ? ഉണ്ട്. കാരണം ഈ യേശുക്രിസ്തുവിനെ പോലെ ആകാൻ എന്നെ നിങ്ങളെ വിളിച്ചേക്കണേ. അപ്പോ ഈ യേശുവിനെ അറിയത്തില്ലെങ്കിൽ നമുക്കിതൊന്നും അറിയത്തില്ല. നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത് കാണുന്നതല്ല നമുക്ക് ദൈവങ്ങളാണ്. അതായത് ബർണബാസും പൗലോസും ഇവിടെ ഇറങ്ങി ഒരു രോഗിയെ സൗഖ്യമാക്കി ഉടനെ ജനങ്ങൾ എന്ത് ചെയ്തു? ഇതാ ദൈവങ്ങൾ എന്ന് പറഞ്ഞ് അവരെ ആരാധിക്കാൻ പശുവിനെയും കാളയെയും ഒക്കെ കൊണ്ട് പൂമാലയായിട്ട് വന്നു. നമുക്ക് കാണുന്ന ദൈവങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 33 കോടി ദൈവങ്ങൾ എന്ന് പറയുന്നത്. കാണുന്നവരൊക്കെ ദൈവമാണ്. മനസ്സിലായോ? എല്ലാവരും ദൈവം. അവരെ പിന്നെ പൂജിക്കാൻ തുടങ്ങും. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ഒരു മെത്തേഡ് അങ്ങനെയാണ്. ആ മെത്തേഡ് നമ്മൾ മാറ്റണം. അത്യുന്നതനായ ദൈവം ഒരേ ഒരാളെ ഉള്ളൂ. അതാണ് യേശുക്രിസ്തുവിൻ്റെ പിതാവ്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രന്. അതാണ് ദൂതം എന്ന് പറയുന്നത്, ഇവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. എന്നിട്ട് ഈ ടെക്നോളജി യേശുവിൽ ഉണ്ടായത് നമ്മൾ അറിയണം. ഇത് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ വെറും ബുദ്ധൂസുകളാ. ഇതാണ് യേശുക്രിസ്തു പറയുന്നത്. ഇതാ അവർ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു. കാരണം നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല. അപ്പൊ യേശുവിനെ നമ്മൾ നന്നായിട്ട് അറിയണം. ഇതാണ് യോഹന്നാൻ 14:7 യേശു പറയുന്നത്, ഇഫ് യു നോ മീ, നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്ക്? കൂടെ നടക്കുന്ന ശിഷ്യന്മാരോട് യേശു പറയാണ്,
3 വർഷമായി കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് യേശു അവരോട് പറയണം, നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ ശിഷ്യന്മാർക്ക് ആരും അറിയത്തില്ല. അവർ യേശുവിൻ്റെ ആളുകളാ, പക്ഷേ യേശുവിനെ അറിയത്തില്ല. വായിച്ചേ യോഹന്നാൻ 14:7. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. അപ്പൊ ഈ ശിഷ്യന്മാർക്ക് ആരെ അറിയത്തില്ല? യേശുവിനെ അറിയത്തില്ല. അപ്പൊ അവര് വേണമെങ്കിൽ അവർ ചോദിക്കും, നീ വെറുതെ ചുമ്മാ കളിതമാശ പറയല്ലാട്ട് ഇത്ര നാൾ നിന്റെ കൂടെ നടക്കുക, എന്നിട്ട് പറയണം നിന്നെ അറിയത്തില്ലെന്ന്. യേശു പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ അറിഞ്ഞുകൂടാ. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. കാരണം എന്നിലുള്ള ടെക്നോളജി എന്ന് പറയുന്നത് പിതാവ് എന്നിലൂടെ പ്രവർത്തിക്കുക. എന്നിട്ട് വീണ്ടും ചോദിക്കുക, പിതാവിനെ കാണിച്ചു തരണം, പിതാവിനെ കാണിച്ചു തരണമെന്ന്. പിതാവിനെ ആർക്കും കാണാൻ പറ്റത്തില്ല. പിതാവ് ആത്മാവാ. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് യോഹന്നാൻ 1:18 പറയുന്നത്. ദൈവത്തെ ആരും ഒരു നാള് കണ്ടിട്ടില്ല, കാണാൻ കഴിയത്തില്ല. പിതാവ് ആത്മാവാണ്. എന്നാൽ ജഡത്തിലുള്ള എന്നെ നിങ്ങൾക്ക് കാണാം. എന്നെ കാണുമ്പോൾ എന്നിലൂടെ ശ്രദ്ധിച്ചു നോക്കിയ പിതാവിനെയും കാണാം. കാരണം എന്നിലുള്ള ടെക്നോളജി എന്ന് പറഞ്ഞാൽ അദൃശ്യനായ ദൈവത്തെ ദൃശ്യമാക്കുന്നതാണ് എൻ്റെ ടെക്നോളജി. ദൈവം അദൃശ്യനാ, പക്ഷെ ഞാൻ ദൃശ്യനാ. ഞാൻ വചനം ജഡമായി വന്നിരിക്കുക. എൻ്റെ ജഡത്തിലൂടെ ഞാൻ എന്ത് ചെയ്യുന്നു? അദൃശ്യനായ ദൈവത്തെ വെളിപ്പെടുത്തുന്നു. എന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ ദൈവത്തെ കാണാം. എന്നെ നോക്കിയാൽ പിതാവിനെ കാണാം. പിടുത്തം കിട്ടിയോ? ദേവാസിന് മനസ്സിലായ? എന്നെ നോക്കിയാൽ ഞാൻ ജഡമാ. വചനം ജഡമായി വന്നേക്കണേ. ജഡമാകുമ്പോൾ കാണാൻ പറ്റും. ഈ സൈഡ് താഴത്തെ സൈഡിൽ ജഡമാ, മുകളിലെ സൈഡിൽ ആത്മാവാ. അപ്പോ ഈ ദൈവം നമ്മളുടെ ആത്മാവിലൂടെ, ക്രിസ്തുവിന്റെ ആത്മാവിലൂടെ, ദേഹിയിലൂടെ, ജഡത്തിലൂടെ അങ്ങ് വെളിപ്പെടുകയാണ്. അപ്പൊ ആരാ ഇവിടെ ഭൂമിയിൽ കാണപ്പെടുന്നേ? സ്വർഗത്തിലെ അദൃശ്യനായ ദൈവം ക്രിസ്തുവിലൂടെ ദൃശ്യമായി മാറുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ ലൈറ്റ് നോക്കിയേ. ഈ ലൈറ്റിലൂടെ നിങ്ങൾ എന്താ വെളിപ്പെടുന്നതായിട്ട് കാണുന്നേ? ഇലക്ട്രിസിറ്റി ഇല്ലേ? ഇലക്ട്രിസിറ്റിയെ കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ലൈറ്റിലൂടെ നോക്കിയേ, കാണാൻ പറ്റുന്നില്ലേ? വെളിപ്പെടുന്നത് കണ്ട? ഇതേപോലെ സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിലൂടെ വെളിപ്പെടുകയാ ഭൂമിയിൽ. ഇതുകൊണ്ടാണ് യോഹന്നാൻ 1:18 പറഞ്ഞത് എന്താ? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഈ സ്വർഗത്തിലുള്ള ദൈവത്തെ, ആത്മാവാകുന്ന ദൈവത്തെ ആരും ഒരു നാള് കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവിന്റെ മടിയിലിരിക്കുന്ന ക്രിസ്തു ഈ ഭൂമി ജഡമായി വന്നില്ലേ? ഈ ജഡത്തിലൂടെ പിതാവിനെ വെളിപ്പെടുത്തുന്നു. പിടുത്തം കിട്ടിയ? ഇതേ ടെക്നോളജിയാണ് എന്നിലും നിങ്ങളിലും വരേണ്ടത്. പക്ഷേ ഇത് നമുക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് അറിഞ്ഞാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അറിഞ്ഞിട്ടില്ല, അറിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഈ യേശുവിനെ പോലെ ആകാൻ നമ്മൾ വിളിച്ചേക്കണം. ഇതാ റോമ 8:29 പറയുന്നത്. ഈ യേശു ക്രിസ്തുവിനെ പോലെ ആകാൻ എന്നെയും നിങ്ങളെയും മുൻ നിയമിച്ചിരിക്കുന്നു. പകരം നമ്മൾ ആരായി മാറി? ആരാധനക്കാരായി മാറി. അതല്ല പറയുന്നത്. ഈ യേശുവിനെ പോലെ ആയി തീരണം നമ്മൾ. റോമ 8:29 വായിച്ച്. ദൈവം മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. കേട്ടോ? യേശുവിനെ പോലെ ആകാൻ നമ്മളെ മുൻ നിയമിച്ചു എന്ന്. അല്ലാണ്ട് ഇപ്പൊ ഇരിക്കുന്ന പോലെ അല്ല. യേശുവിനെ പോലെ ആകാൻ മുൻ നിയമിച്ചു. അപ്പോയിന്റ്മെന്റ് ഓർഡർ അതാണ്. യേശുവിനെ പോലെ നമ്മളായി തീരണം. അതിന് മുൻ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിനെ പോലെ ആകുമ്പോൾ അവിടെ എങ്ങനെ യേശുവിനെ പോലെ ആവണമെന്ന് അറിയിക്കണേ? ഒന്നുകൂടി വായിച്ചു നോക്കിയേ. ദൈവം മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് യേശുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. യേശുവിന്റെ എന്തിനോടാണ് അനുരൂപമാകേണ്ടത്? സ്വരൂപം. യേശുവിന്റെ സ്വരൂപം എന്താ? സ്വരൂപം എന്താ? സ്വർഗത്തിലെ ദൈവം യേശുവിലൂടെ മനുഷ്യരോട് കൂടെ. അപ്പോൾ ആ സ്വരൂപം കണ്ടോ? അതിൻ്റെ ഉള്ളിലെ സ്ട്രക്ചർ കണ്ടോ? ഇത് നമ്മളിലും വരണം. ഇതേ സ്ട്രക്ചർ പിടുത്തം കിട്ടിയ? ഇതേ സ്ട്രക്ചർ നമ്മളിലും വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിലുള്ള നമ്മിലൂടെ ഭൂമിയിൽ വെളിപ്പെടാൻ തുടങ്ങും. പിന്നെ നമ്മളല്ല, ദൈവം നമ്മളെ ഉപയോഗിക്കുകയാണ്. പിന്നെ നമ്മൾ സ്വയമായി പ്രവർത്തിക്കുകയല്ല, ദൈവം നമ്മളെ ഉപയോഗിക്കുക. ഇതാ യേശു പറഞ്ഞത്, എനിക്ക് സ്വയമായി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ ഇമ്മാനുവൽ സ്ട്രക്ചറാണ്. ദൈവം എന്നെ ഉപയോഗിക്കുകയാണ്. ദൈവം ചെയ്യുന്നു, ഞാനിവിടെ ചെയ്യുന്നു. ദൈവം പറയുന്നു, ഞാനിവിടെ പറയുന്നു. ശരിക്കും എന്നിലൂടെ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടെ, എൻ്റെ അപ്പനെ അറിയത്തില്ലല്ലോ. പിന്നെ എങ്ങനെ ഇതൊക്കെ മനസ്സിലാകുന്നേ? എന്നെ അറിയത്തില്ല, എൻ്റെ അപ്പനെയും അറിയത്തില്ല. പിന്നെ എങ്ങനെ മനസ്സിലാകുക? മനസ്സിലാകുന്നുണ്ടോ?
നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു ഭാഷ നിങ്ങൾ കേട്ടെ. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു ഭാഷ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവോ? മനസ്സിലായോ? നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഷുവക് ബാരക്കിന്റെ വല്ലതും മനസ്സിലായോ? എന്തോ കരകര പറഞ്ഞു അല്ലേ? പക്ഷെ അറബി അറിയാവുന്ന ഒരാളാണ് പറയൂ ഓക്കെ അന സെയിൻ എന്ന് പറയൂ. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി. ഇതേപോലെ യേശു പറയുക, പിതാവിനെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എന്നെയും അറിയത്തില്ല. നിങ്ങൾക്ക് അതുകൊണ്ട് ഒന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ ആകപ്പാടെ വിഗ്രഹാരാധന മനോഭാവത്തിൽ നിങ്ങോട്ട് കയറി വന്നവരാ. നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇപ്പോൾ ഇംഗ്ലീഷ് അറിയാവുന്നവരും ശ്രദ്ധിച്ചേ. പണ്ട് നിങ്ങൾ ജനിച്ചു വളർന്ന സമയത്ത് ഇംഗ്ലീഷ് ന്യൂസൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയണം ഇല്ലേ? പക്ഷെ ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഇംഗ്ലീഷൊക്കെ ഒരുവിധം അറിയാവുന്ന ശ്രദ്ധിച്ചു നോക്കിയേ, നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങി അല്ലേ? അപ്പം നമുക്ക് മനസ്സിലാകാത്തത്, നമുക്ക് അറിയാൻ പാടില്ലാത്തത് കേൾക്കുമ്പോൾ നമുക്കൊരു പിടുത്തവും കിട്ടത്തില്ല. പക്ഷേ നമ്മളുടെ ഉള്ളിലെ ടെക്നോളജി സ്വരൂപം ആയി ദൈവം നിശ്ചയിച്ചേക്കുന്നത് യേശുവിൻ്റെ ഉള്ളിൽ നടന്ന അത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യേശു ആയിരുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിക്കണം, യേശു ആയിരുന്ന സമയത്ത് ഈ ടെക്നോളജി യേശുവിൽ മാത്രമേ ഉള്ളൂ. യേശുവിൽ മാത്രമേ ഉള്ളൂ. ഒരേ ഒരാളിലേ ഉള്ളൂ ദൈവം മനുഷ്യനോട് കൂടിയുള്ള ടെക്നോളജി, ഇമ്മാനുവൽ ടെക്നോളജി. എന്നാൽ ബൈബിളിൻ്റെ അവസാനത്തേക്ക് നോക്കാമോ? ഈ ടെക്നോളജി നമ്മളിൽ എല്ലാവരും എത്തി. ദിവസം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ടെക്നോളജി നമ്മളിൽ എല്ലാവരും എത്തി. ദൈവം മനുഷ്യരോട് കൂടെ എന്നുള്ള ഒരാളിലായിരുന്നു യേശു വന്നപ്പോൾ. എന്താ ബൈബിൾ നമ്മളെ നിശ്ചയിച്ചേക്കണം എന്തിനു വേണ്ടിയാ? ഈ യേശുവിനെ പോലെ ആകാനാ. ഇനി ബൈബിളിന്റെ അവസാനം നോക്കിക്കോട്ടോ. ഇപ്പോ യേശു ഒരാളിലൂടെയാണ് ദൈവം മനുഷ്യരോടുകൂടെ. ബൈബിൾ അവസാനം വരുമ്പോ ഇതാ മനുഷ്യരോടുകൂടെ, ഒരു മനുഷ്യനോടുകൂടെ അല്ല, മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. മനസ്സിലായോ? എല്ലാവരിലും ഈ ടെക്നോളജി എത്തി. എല്ലാവരിലും ഈ ടെക്നോളജി എത്തി. പിടുത്തം കിട്ടിയ ഹല്ലേലൂയ. റൈറ്റ് ബ്രദേഴ്സ് ഫ്ലൈറ്റ് കണ്ടുപിടിച്ച സമയത്ത് അവർക്ക് മാത്രമേ അത് അറിയത്തുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കിയേ, എല്ലാ രാജ്യക്കാർക്കും ഈ ടെക്നോളജി അറിഞ്ഞൂടെ? എല്ലാ രാജ്യത്തിലും എത്തിയില്ലേ ഈ സാധനം? പിടുത്തം കിട്ടിയ യേശുവിടെ വന്നപ്പോൾ യേശു ഒരാളിലെ ടെക്നോളജി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ പ്രവർത്തനമായി ഇത് എല്ലാവരിലും എത്തണമെന്ന് അതിനുവേണ്ടി മുൻ നിയമിച്ചിരിക്കുന്നു. പിടുത്തം കിട്ടിയോ? അതുകൊണ്ട് ബൈബിളിലെ വെളിപ്പാട് 21:7 വരുമ്പോൾ പറയാണ് ഈ ടെക്നോളജി എല്ലാവരിലും എത്തി. അന്ന് യേശുവിൽ മാത്രമായിരുന്നു പക്ഷേ ദൈവം മനുഷ്യരോടുകൂടെ എന്നുള്ള പരിപാടി. പക്ഷെ ഇവിടെ എല്ലാവരിലും അത് എത്തിക്കഴിഞ്ഞു. വായിക്കേ, വെളിപ്പാട് 21:3. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. കണ്ടോ? മനുഷ്യരോട്, ഒരു മനുഷ്യനോടുകൂടെയല്ല, മനുഷ്യരോടുകൂടെ. ദൈവം മനുഷ്യരോടുകൂടെയായി. ദൈവം മനുഷ്യരോടുകൂടെ. അതിൽ കുഞ്ഞെ നീ വേണം കേട്ടോ ഫിലോമിനെ, അതിൽ നീ വേണം. ഉറങ്ങിക്കൊണ്ട് ഇരിക്കാതെ മനസ്സിലാക്ക, അതിൽ നീ വേണം. ആ ടെക്നോളജി വേണം. മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. നേരത്തെ ഒരു മനുഷ്യനോട് കൂടെ ആയിരുന്നു യേശു, പക്ഷെ ഇപ്പം മനുഷ്യരോട് കൂടെയായി. ഒരാളിലുണ്ടായിരുന്നത് എല്ലാവരിലും ആയി. കേട്ടോ? ഒരാളിലുണ്ടായിരുന്നത് എല്ലാവരിലും ആയി. അപ്പോൾ വ്യക്തമായി നാം മനസ്സിലാക്കണം. പക്ഷെ ഈ ടെക്നോളജി ഒന്നും സഭയ്ക്ക് അറിയില്ല. പകരം അവരെ വിഗ്രഹ മനോഭാവത്തോടെ ആരാധിക്കുക, സ്തുതിക്കുക, ആരാധിക്കുക, സ്തുതിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തിന് വേണ്ടത് ദൈവപുത്രന്മാരെയാ. ഈ ടെക്നോളജി ഉള്ളവരാണ് ദൈവപുത്രന്മാർ. മനസ്സിലായോ? ഈ ടെക്നോളജി ഉള്ള ആളായിരുന്നു ക്രിസ്തു. ആ ക്രിസ്തുവെ പോലെ നമ്മളും ദൈവപുത്രന്മാരായി മാറണം. അപ്പോൾ ദൈവപുത്രന്മാരുടെ ഉള്ളിൽ ഉള്ള ടെക്നോളജിയുടെ പേരാണ് ഇമ്മാനുവൽ. ഇപ്പോഴത്തെ കിട്ടിയ ഹല്ലേലൂയ. അപ്പൊ കടലിലെ വെള്ളം നീരാവിയായി ആകാശത്തിലേക്ക് പോയി തിരിച്ചു പെയ്യുന്ന പ്രോസസ്സിന്റെ പേരെന്താണ്? മഴ. ഇതേപോലെ അദൃശ്യനായ സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ ദൃശ്യമാകുന്ന ടെക്നോളജിയുടെ പേരെന്താണ്? ഇമ്മാനുവൽ. മനസ്സിലാവുന്നുണ്ടോ? ദേവദാസന്മാരെ ഈ ശബ്ദ കാഴ്ച വരുന്നത് കേട്ടിട്ട് മിണ്ടാതിരിക്കരുത്. സഭയിൽ പോയിട്ട് പേടിച്ചിട്ട് ധൈര്യമായിട്ട് പോയി പറയണം ഈ ടെക്നോളജിയൊക്കെ. മനസ്സിലായോ? അവർ മനസ്സിലാക്കട്ടെന്നേ. അങ്ങനെ സ്വർഗത്തിലെ ദൈവത്തെ ഭൂമിയിൽ കാണട്ടേന്നേ. മനസ്സിലാവുന്നുണ്ടോ? അതിനുവേണ്ടിയാണ് നമ്മളെ വിളിച്ചേക്കണേ. എന്നെ കാണുന്നവൻ സ്വർഗത്തിലെ അപ്പനെ കാണണം. അതാ നമ്മുടെ ജയം. ഇതാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്. എന്നെ കാണുന്നവൻ എന്നെയല്ല, എന്നിലൂടെ ദൈവപുത്രനായ ക്രിസ്തുവെ കാണുന്നു. ക്രിസ്തു പറയാണ് എന്നെ കാണുന്നവൻ സ്വർഗത്തിലെ പിതാവിനെ കാണുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഏത് ദൈവപുത്രന്മാരിലൂടെയും നോക്കിയാൽ, ക്രിസ്തുവിലുള്ള ഏത് വ്യക്തിയിലൂടെ നോക്കിയാലും സ്വർഗത്തിലെ ദൈവത്തിനെ കാണണം. പിടുത്തം കിട്ടിയ? അങ്ങനെ ദൈവം നമ്മിലൂടെ ഭൂമിയിൽ വെളിപ്പെടുക. ആ ടെക്നോളജിയുടെ പേരാണ് ഇമ്മാനുവൽ. ഫിലോമിനസിന് പിടുത്തം കിട്ടിയ? ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങി പോണതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൊക്കണത്. കാരണം എങ്ങനെയെങ്കിലും കഷായം അകത്ത് വീണല്ലോ. ഇത് അകത്ത് വീണാലേ മാറ്റം സംഭവിക്കുകയുള്ളൂ.
ഹല്ലേലൂയ. എൻ്റെ ടെക്നോളജി ഇതാണ്. അല്ലാണ്ട് ഞാൻ പുറത്തുനിന്ന് കാഴ്ച കണ്ടിട്ട് എൻ്റെ അകത്തേക്ക് എടുത്ത് ജീവിക്കേണ്ട ആളല്ല. അത് മൃഗം. മനസ്സിലായോ? മൃഗം അത് കണ്ടു, ഇത് കണ്ടു, വൈക്കോലും വണ്ടി പോണ കണ്ടു. അപ്പോ തെങ്ങ കെട്ടിയിരിക്കുന്ന പശു നേരെ വൈക്കോലും വണ്ടിയുടെ പുറകിലേക്ക് പോയി ഇവിടം വരെ ചെന്നപ്പോഴാണ് കഴുത്തല കയറ് വലിഞ്ഞത്. ഒറ്റ കാഴ്ചയെ ജീവിക്കുന്ന മനുഷ്യനാണത്. അവൻ കാഴ്ചയെ ജീവിക്കുക. പുറത്തേക്ക് വൈക്കോലും വണ്ടി പോയി. അപ്പോ അതിന്റെ പുറകെ പശു പോയി. ഇതേപോലെ എവിടെ പണം ഓടുന്നു അതിന്റെ പുറകെ നമ്മൾ ഓടും, ഇല്ലേ? എവിടെ ഫുഡ് ഓടുന്നു അവിടെ അതിന്റെ പുറകെ നമ്മൾ. എവിടെ പോവാടി? ഞാൻ അവിടെ പോകും, അവിടെ ഫുഡ് കിട്ടും. ഇന്ന് ബിരിയാണിയാ പാക്കറ്റിന്, മനസ്സിലായോ? അതിന്റെ പുറകെ നമ്മൾ ഓടും. അതിന്റെ പുറകെ അല്ല ഓടേണ്ടത്. ദൈവം പുറത്തുനിന്നല്ല നമ്മളെ, അകത്തുനിന്ന് ദൈവം നമ്മളെ ചലിപ്പിക്കണം. അകത്തുനിന്ന് ദൈവം ചലിപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ട ബിരിയാണിയൊക്കെ ദൈവം ഒരുക്കിയിരിക്കും. ഇതാ യേശു പറഞ്ഞു, ഇതിന്റെ പുറകെ നിങ്ങൾ ഓടണ്ട. നിങ്ങൾ ദൈവത്തോടു കൂടി ജീവിക്കുന്നതിനെ കുറിച്ച് അന്വേഷിക്കുക, ദൈവരാജ്യം അന്വേഷിക്കുക. അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് നൽകപ്പെടും, എല്ലാം ചേർത്ത് നൽകപ്പെടും. കമ്പനിക്ക് വേണ്ടി ഓടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഭക്ഷണം കഴിക്കാനും താമസിക്കാനും ഓടാനും ഉള്ള എല്ലാം കമ്പനി കൊടുത്തോളും. പക്ഷെ കമ്പനിക്ക് വേണ്ടി ഓടണം, മനസ്സിലായോ? സ്വന്തമായിട്ട് ഓടിയാ കമ്പനി പറയാ എന്നാ പിന്നെ നീ തന്നെ കണ്ടെത്തിക്കോ, ഇല്ലേ? അങ്ങനെ സ്വന്തമായിട്ട് ഓടിയ ഒരാളുടെ കഥ പറയാമോ? ഭാര്യയുടെ നിർദ്ദേശപ്രകാരം സ്വന്തമായിട്ട് ഓടി പുള്ളി. അതുവരെയും കമ്പനി മൊത്തം കൊടുത്തിരുന്നു. അക്കോമഡേഷൻ, ഫുഡ്, സകലതും കമ്പനി കൊടുത്തിരുന്നു. അതാണ് ആദ്യത്തെ കമ്പനി, ആദ്യത്തെ കോർപ്പറേറ്റ്. അതാണ് ഏദനിലെ ദൈവരാജ്യം. മനസ്സിലാകുന്നുണ്ടോ? ആദ്യത്തിന് കഴിക്കാൻ കൊടുത്തു. തോട്ടത്തിലെ സകലത് ഇഷ്ടം പോലെ കഴിക്കുക, ലിമിറ്റേഷൻ ഒന്നുമില്ല, ഇഷ്ടം പോലെ കഴിച്ചോളാൻ പറഞ്ഞു. ഫ്രീലി ഈറ്റ് എന്ന് പറഞ്ഞ പൈസ ഒന്നും കൊടുക്കണ്ട. ഇനി താമസിക്കാൻ ഏദൻ തോട്ടം, മനസ്സിലായോ? കുടിക്കാനും വെള്ളത്തിന് 4 നദി. എന്നാ വേണ്ടേ? ഓ, ഭാര്യയില്ലേ? ഒരു ഭാര്യ, സകലത് എല്ലാം കമ്പനി കൊടുത്തു, എല്ലാം പ്രൊവൈഡ് ചെയ്തു. പക്ഷെ പുള്ളി അവസാനം ഭാര്യയുടെ ഇഷ്ടപ്രകാരം മൂവ് ചെയ്യാൻ ശ്രമിച്ചു. എന്നാ പിന്നെ നീ കണ്ടെത്തിക്കോ, ഗെറ്റ് ഔട്ട്. അവരാണ് നമ്മൾ. പിടുത്തം കിട്ടിയ തിരിച്ചകത്ത് കയറിയാൽ ഇതെല്ലാം ദൈവം ഒരുക്കിയതൊക്കെ ഇന്നും അവിടെയുണ്ട്. ദൈവം ഒരുക്കിയതൊക്കെ ഇന്നും അവിടെ ഉണ്ട്. ഇതാ യേശു പറയുന്നത്, ഇതൊക്കെ നിനക്ക് വേണമെന്ന് നിന്റെ അപ്പനെ അറിയാം. മുമ്പേ അകത്ത് കയറ്. അപ്പൊ എങ്ങനെ കയറും? ഞാനാണ് വാതിൽ. യേശു പറയാ, ഞാനാ വാതിൽ. എന്നിലൂടെ അകത്ത് കയറിയാൽ നീ മേച്ചിൽ കണ്ടെത്തും, മേച്ചിൽ കണ്ടെത്തും. അപ്പൊ അകത്ത് കയറാൻ നോക്കാം. അതിനു പകരം ഈ പുറത്ത് കിടന്നുകൊണ്ട് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന പരിപാടി, മനസ്സിലായോ? കരുതുന്ന മണ്ഡലത്തിൽ നിന്ന് കണ്ടുപിടുത്തത്തിന്റെ മണ്ഡലത്തിലേക്ക് നമ്മളങ്ങ് മാറി. അപ്പൻ കരുതുന്നവനാണ്. എല്ലാം കരുതിയിട്ടാണ് 5.5 ദിവസം കൊണ്ട് സകലതും കരുതിയിട്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. അതിന് പോലെ ഇഷ്ടം പോലെ കഴിച്ചോളാൻ പറഞ്ഞു. നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം നീങ്ങി അവിടുന്ന് പുറത്തായി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇതൊന്നും നമ്മൾ കാണുന്നില്ല, എല്ലാം മറന്നുപോയി ദൈവം ഒരുക്കിയത്. പിന്നെ നമ്മളങ്ങ് കണ്ടുപിടിക്കാൻ തുടങ്ങി. കണ്ടുപിടുത്തത്തിന്റെ മണ്ഡലത്തിലേക്ക് മാറി. കരുതുന്ന മണ്ഡലത്തിൽ നിന്ന് കണ്ടുപിടുത്ത മണ്ഡലത്തിലേക്ക് മാറി. പിന്നെ നമ്മളങ്ങ് കണ്ടുപിടിക്കുക. അങ്ങനെ മനുഷ്യൻ കണ്ടുപിടിച്ച ആദ്യത്തെ ടെക്നോളജിയാണ് വസ്ത്രം തുന്നൽ ടെക്നോളജി. മനസ്സിലായോ? കണ്ടുപിടുത്ത മണ്ഡലത്തേക്ക് അവൻ ആദ്യത്തെ ടെക്നോളജി കണ്ടുപിടിച്ചു. അവൻ ആദ്യം തുന്നിയ വസ്ത്രം എന്ന് പറയുന്നത് വൃക്ഷത്തിന്റെ ഇലയെടുത്ത് അതിനെ കൂട്ടിത്തുന്നി പാവാട ഉണ്ടാക്കി. ആദ്യത്തെ കണ്ടുപിടുത്തം. പിന്നെ അങ്ങ് കണ്ടുപിടുത്തത്തിന്റെ പെരുമഴയായി. അവന്റെ തലമുറകൾ വരുമ്പോ ഇങ്ങനെ കണ്ടുപിടിച്ച് പോവുക. നീ എന്തിനാ കണ്ടുപിടിക്കണേ? ഇത് മൊത്തം അകത്ത് കരുതിയിട്ടുണ്ട്. അകത്ത് കയറിയാൽ പോരെ? ഇത് മൊത്തം അകത്ത് കരുതിയിട്ടുണ്ട്. അവസാനം അവൻ സഞ്ചരിക്കാൻ വിമാനം കണ്ടുപിടിച്ചു. ഇവിടുന്ന് വേറെ പ്ലാനറ്റിൽ പോ റോക്കറ്റ് കണ്ടുപിടിച്ചു. ഒക്കെ നല്ല കാര്യമാണ്. ഇതൊക്കെ നീ കണ്ടുപിടിച്ചെങ്കിലും ഇതൊന്നും ഉപയോഗിക്കാൻ നിനക്ക് പറ്റത്തില്ലല്ലോ, നീ മരിച്ചു പോവില്ലേ? എന്നാൽ അകത്ത് കയറ്, അവിടെ മരണമില്ല. നിനക്ക് വേണ്ടതെല്ലാം അകത്തുണ്ട്. പിടുത്തം കിട്ടിയ ഹല്ലേലൂയ. കരുതുന്ന മണ്ഡലത്തിലേക്ക് പോവാ. ഇതാണ് കർത്താവ് വിളിക്കുന്നത്, ഞാൻ നിനക്കായി കരുതിയിരിക്കുന്നതാകിയാൽ. നീ എന്തിനീ കണ്ടുപിടുത്തത്തിന്റെ മണ്ഡലത്തിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നേ? കരുതിയിരിക്കുന്ന മണ്ഡലത്തിലേക്ക് കയറിയുവാ. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ നമ്മൾ കയറൂല. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നമുക്കങ്ങ് ആരാധിച്ചാൽ കിട്ടിയാൽ മതി. പന്നിക്കൂട്ട് നിന്നുകൊണ്ട് കിട്ടണം. വീട്ടിൽ പോകാൻ മനസ്സില്ല, അപ്പന്റെ വീട്ടിൽ പോകാൻ മനസ്സില്ല. പന്നിക്കൂട്ടിൽ കൂടാരം കെട്ടി ആരാധിച്ചുകൊണ്ടിരിക്കുക. ലോകത്തെ കൂടാരം കെട്ടി അതിന് ഓരോ പേരിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുക. യേശു പറയാ, വീട്ടിൽ പോ. ഇവിടെ കുരുടത്തം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ പോകാൻ നോക്കാം. നിന്റെ വീട് ഇതൊന്നും അല്ല, ഇത് നിന്റെ നാടാ. അതായത് വർക്ക് ചെയ്യേണ്ട സ്ഥലമാണ്.
ഇവിടെ നീ ഒരു പിലിഗ്രിം പോലെ ഉള്ളൂ, നീ വീട്ടിൽ പോകാൻ നോക്ക. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ മക്കളെ, പലർക്കും ഇതെന്നറിയാമോ? പലർക്കും ഈ സംഭവം ഇതൊക്കെ ഒരു കഥയല്ലേ ബ്രദറെ, ഒരു വിശ്വാസമല്ലേ ബ്രദറെ? അതാണ് കുഞ്ഞേ ഇത് അനുഭവിക്കാൻ പറ്റാത്തതിനൊക്കെ. ആ മതക്കാർക്ക് ആ വിശ്വാസം, ഈ മതക്കാർക്ക് ഈ വിശ്വാസം, മറ്റേ മതക്കാർക്ക് മറ്റേ വിശ്വാസം, ഇങ്ങനെ എന്തോരം പദങ്ങൾ. അങ്ങനെ വിശ്വാസത്തിലൊരു വിശ്വാസമല്ലേ ബ്രദറെ ഇത് എന്നും പറഞ്ഞത് പോയതുകൊണ്ടാണ് നിനക്കൊന്നും അനുഭവിക്കാൻ പറ്റുന്നത്. ഇത് വിശ്വാസം എന്ന് പറയും, ഈ വിശ്വാസം എന്ന് പറയും, ഇത് യാഥാർത്ഥ്യമാണ്. ഇതാണ് റിയാലിറ്റി. അതിലേക്ക് വരിക. പിന്നെ നീ ചലിക്കുകയല്ല, നിന്നെ ചലിപ്പിക്കുക. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഈ ടെക്നോളജി നമ്മുടെ ഉള്ളിൽ നടക്കണം. പിടുത്തം കിട്ടിയ നിങ്ങളിത് മറന്നു പോകരുത്. ഇത് ലോകം പറയില്ല നിങ്ങളോട്, ലോകം പറയില്ല. ഇത് ദൈവാത്മാവ് ചലിക്കപ്പെടുന്നവർ മാത്രമേ അവർക്കിത് മനസ്സിലാകൂ, അവർ മാത്രമേ ഇത് പറയൂ. ഇവിടെ യേശു പറയുന്നത് എന്നെ നിങ്ങൾക്ക് അറിയത്തില്ല. ശിഷ്യന്മാരോട് പറയാ, എന്നെ അറിഞ്ഞെങ്കിൽ എന്റെ പിതാവിനെ അറിയായിരുന്നു. കാരണം എന്നിലൂടെ വെളിപ്പെടുന്നത് ആരാ? പിതാവാ. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത് നിങ്ങൾക്ക് ജീവനിൽ വളരണോ? എന്റെ പിതാവിനെയും എന്നെയും അറിഞ്ഞാൽ ജീവന് വളരാം. എന്റെ പിതാവിനെയും എന്നെ അറിഞ്ഞാൽ മതി, ജീവനിൽ വളരാം. യോഹന്നാൻ 17:3 യേശു പറയുന്നത്, 3 സത്യദൈവമായ നിന്നെയും നീ അയച്ച എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ എന്നല്ല യേശു പറയുന്നേ. യേശു പറയാണ് ഏക സത്യദൈവമായ നിന്നെയും. അപ്പൊ യേശുവിന്റെ ഹൃദയത്തിൽ എത്ര ദൈവമേ ഉള്ളൂ? യേശുവിന്റെ ഹൃദയത്തിൽ യേശു പറയാണ് ഏക സത്യദൈവമായ നിന്നെയും. അപ്പൊ യേശുവിന്റെ ഹൃദയത്തിൽ എത്ര ദൈവമുണ്ട്? ഒറ്റ ദൈവമുള്ളൂ. ഹൃദയം നിറഞ്ഞ കവിന്നാണ് അന്നേരം സംസാരിക്കുന്നത്. ഇവിടുത്തെ കേട്ടിയാ? ആ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായ ക്രിസ്ത്യാനികൾ നമ്മളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്നാ ക്രിസ്ത്യാനിയാ? ക്രിസ്തു പറഞ്ഞത് വിശ്വസിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്നാ ക്രിസ്ത്യാനിയാ? ആ പിതാവിനെയും എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ. നമ്മൾ അറിയണം. ഇതാ യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ അറിഞ്ഞെങ്കിൽ എന്റെ പിതാവിനെയും അറിയരുത്. കാരണം എന്നിലൂടെ ജീവിക്കുന്നത് ആരാ? പിതാവാ. ഇതാ യേശു പറഞ്ഞ, പിതാവ് എന്നിൽ വസിച്ച് എന്നിലൂടെ ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു. എന്നെ അറിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എന്റെ പിതാവിനെ അറിയായിരുന്നു. നിങ്ങൾക്ക് എന്റെ പേര് മാത്രം അറിയുള്ളൂ, എന്റെ ഉള്ളിലെ ടെക്നോളജി അറിയത്തില്ല. ഹല്ലേലൂയ. യോഹന്നാൻ 17:3 വായിച്ചു. യോഹന്നാൻ 17:3 ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. കേട്ടോ, യേശു പറയുകയാണ് പിതാവിനെ നോക്കി, ഏക സത്യ ദൈവമായ, അല്ലാണ്ട് 3 സത്യദൈവമോ ത്രിയേക ദൈവമോ ഒന്നുമല്ല യേശു പറഞ്ഞേ. ഏക സത്യ ദൈവമായ അങ്ങയെയും. അതിന്റെ അർത്ഥം അങ്ങാണ് അത്യുന്നതനായ ദൈവം. ഞാനും ദൈവം തന്നെയാ, ദൈവത്തിന്റെ മകനായ ഞാനും. അതെ, ക്രിസ്തു ദൈവം തന്നെയാ. പക്ഷെ അത്യുന്നതനായ ദൈവമല്ല, അത്യുന്നതന്റെ പുത്രനാ. ഇതാണ് ദൂതൻ എന്ന് പറഞ്ഞ, അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. മനസ്സിലായോ? അപ്പൊ നമ്മൾ വിശ്വസിക്കണം. ദൈവം പറയണതും ദൈവപുത്രൻ പറയണം, ദൈവദൂതൻ പറയണം, വിശ്വസിക്കണം. ഇതാണ് ദൈവം പറഞ്ഞത്, ഇവൻ എന്റെ പ്രിയ പുത്രനാണ്, ഇവന് ചെവി കൊടുക്കുവേൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവന് ചെവി കൊടുക്കാനാ പറഞ്ഞേ, അല്ലാണ്ട് ഇവനെ സ്തുതിച്ചുകൊണ്ടിരിക്കാനല്ല പറഞ്ഞത്. ഇവൻ പറയുന്നത് ശ്രദ്ധിക്കേ. ഹല്ലേലൂയ. ആ മെസ്സേജ് ഇന്ന് സഭയിൽ ഇല്ല. പിശാച് അതിനെ അട്ടിമറിച്ചു, മുക്കിക്കളഞ്ഞു യേശു പറഞ്ഞതിനെ. പകരം അത് യേശു ആരാധനയിൽ യേശുവിന്റെ സന്ദേശത്തെ കുഴിച്ചുമൂടി. യേശു ആരാധനയിൽ യേശുവിന്റെ സന്ദേശത്തെ കുഴിച്ചുമൂടി, ഒരു കുഴി ഉണ്ടാക്കി. എന്നിട്ട് അതിലേക്ക് യേശുവിന്റെ സന്ദേശം ഇട്ടു. എന്തോ അതിലേക്ക് എന്നിട്ട് മൂടി, യേശു ആരാധനയിട്ട് മൂടി. ഇത് യേശു നമ്മളോട് പറഞ്ഞിട്ടുമില്ല. പകരം യേശുവിന്റെ സന്ദേശം കേൾക്കാനാ പിതാവ് പറഞ്ഞത്, അവന് ചെവി കൊടുക്കാൻ. അത് നമ്മൾ കേൾക്കുന്നില്ല. യേശു പറഞ്ഞ എന്നാന്നറിയാമോ? എന്റെ സന്ദേശം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നത് നിത്യജീവനുണ്ട്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ നിത്യജീവനിൽ നിന്ന് പുറത്തു പോണേ? ഇത് ഇല്ലാത്തത് കൊണ്ടാ. ഇതുള്ളവരകത്ത് കയറും. യോഹന്നാൻ 5:24 വായിച്ചേ. യോഹന്നാൻ 5:24. ശ്രദ്ധയോടെ കേൾക്കുക, മനസ്സിലാക്കുക. എന്നെ വിശ്വസിക്കരുത്, നിങ്ങളുടെ കയ്യിലെ ബൈബിൾ വിശ്വസിച്ചോളണം. വായിച്ചേ. നിത്യജീവൻ വേണോ നിങ്ങൾക്ക്? എത്ര പേർക്ക് നിത്യജീവൻ വേണം? വേണോ? ശ്രദ്ധിച്ചു കേൾക്കുക. യേശു പറഞ്ഞ ശ്രദ്ധിച്ചു കേൾക്കുക. വായിക്കേ. യോഹന്നാൻ 5:24. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. കേട്ടോ, നിത്യജീവൻ വേണമെങ്കിൽ എന്ത് വേണം? എന്റെ വചനം കേൾക്കണം. അപ്പൊ എന്താ യേശുവിന്റെ വചനം? യേശുവിനെ സ്തുതിക്കുക, യേശുവിനെ ആരാധിക്കുക. ഇതാണോ യേശു? അല്ലല്ല, യേശു അങ്ങനെ പറഞ്ഞിട്ടുമില്ല. യേശുവിന്റെ വചനം കേട്ട് യേശുവിനെ അയച്ചവനെ വിശ്വസിക്കുന്ന അതാരാ? സ്വർഗസ്ഥ പിതാവ്. അവന് നിത്യജീവനുണ്ട്. ഇതാ യേശു പറഞ്ഞേ. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിയോട് കർത്താവ് പറയുന്നത്? കേട്ടോട്ട് ആത്രം പ്രവർത്തിക്കുന്നവരെ എന്റെ കർത്താവ് കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനാ ഹൃദയാതി പ്രവേശിക്കുന്നത് പറഞ്ഞ് അടിച്ചു വിടുന്നത് എന്തുവാ? ഇവർക്ക് യേശുവിന്റെ വചനം അറിയത്തില്ല. എന്റെ വചനം കേട്ട്
എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ, താഴേക്ക്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. കണ്ടോ, അവനാണ് ജീവങ്കിലേക്ക് കടന്നത്. മറ്റുള്ളവർക്ക് പിതാവിനെ പോലും അറിയത്തില്ല. എന്താണ് പിതാവ് പറയുന്ന സന്ദേശം, യേശുവിനെ പിതാവ് അയച്ചതാണെന്നും പോലും അവർക്ക് അറിയത്തില്ല. അവർ യേശുവിനെ ഒരു വിഗ്രഹ ദൈവത്തെ പോലെ കണ്ട് യേശുവിനെ സ്തുതിക്കാൻ തുടങ്ങി. ബൈബിളിലെ സന്ദേശം അതേ അല്ല. യേശു വന്ന് പറയുന്ന സന്ദേശം എന്ന് പറയുന്നത് മുഴുവൻ തൻ്റെ പിതാവിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന്. അപ്പോൾ വചനം കേട്ടാൽ ഈ ജനത്തിന് ആരും മനസ്സിലാവും? യേശുവിനെ അയച്ചവന് മനസ്സിലാവും. പിടുത്തം കിട്ടിയാ? ഹല്ലേലൂയ. യേശുവിൻ്റെ വചനം മുഴുവൻ ഈ അയച്ചവനെ കുറിച്ചാ, ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചാ. ഈ ദൈവം നമ്മോടുകൂടെ പാർക്കാൻ വരുന്നു, നമ്മോടുകൂടെ ജീവിക്കാൻ വരുന്നു എന്ന് യേശു പറഞ്ഞു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. നീ ഈ സുവിശേഷത്തിൽ, എന്താണ് സുവിശേഷം? ദൈവം മനുഷ്യനോടെ പാർക്കുന്നതാണ് സുവിശേഷം. ധൂർത്തപുത്രന്റെ കഥയിൽ അവസാനം എന്താ സംഭവിച്ചേ? ധൂർത്തപുത്രൻ തിരികെ വന്ന് അപ്പനോട് താമസം തുടങ്ങി. അപ്പനോട് താമസം തുടങ്ങിയില്ലേ? ഇതാണ് സുവിശേഷം. നീയും ഞാനും തിരിച്ചു എന്ന സ്വർഗസ്ഥ പിതാവിനോട് ക്രിസ്തുവിൽ താമസം തുടങ്ങണം. അതിനുള്ള ഏക വഴിയും വാതിലും ക്രിസ്തുവാണ്. വേറൊരു വാതിലോ വഴിയില്ല. ആകാശനിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരെ രക്ഷിച്ചെടുത്ത് തിരിച്ചു കൊണ്ടുപോകാൻ ഒരേ ഒരു വഴിയും മാർഗവും ഉള്ളൂ, ക്രിസ്തു. അവിടെ അവസാനിക്കരുത്. ആ ക്രിസ്തുവിലൂടെ പിതാവിൻ്റെ അടുക്കൽ എത്തണം. മനസ്സിലായോ? നമ്മൾ പിതാവിൻ്റെ അടുക്കലെത്തും, പിതാവ് ക്രിസ്തുവിലുള്ള നമ്മിലൂടെ ഈ ഭൂമിയിലും എത്തും. കണ്ടോ, ഭൂമിയിലും എത്തും. അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയാണ്. പിതാവ് ഇങ്ങോട്ടേക്ക് വരും, നമ്മൾ അങ്ങോട്ടേക്ക് പോകും. ഹല്ലേലൂയ. നമ്മളെ ക്രിസ്തുവെ അനുഗമിച്ച് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. പിതാവ് ക്രിസ്തുവിലുള്ള നമ്മിലൂടെ ഭൂമിയിലേക്കും വരും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇന്റർലിങ്കിങ് രീതിയാണ്. ഇന്റർലിങ്ക്. നമ്മൾ ക്രിസ്തുവിലൂടെ പിതാവിലാകും, പിതാവ് ക്രിസ്തുവിലൂടെ നമ്മളിലുമാകും. അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പിതാവ് നമുക്ക് ഇൻസ്ട്രക്ഷൻ തരും ക്രിസ്തുവിലൂടെ. നമ്മൾ ഇവിടുന്ന് പിതാവിന് റിപ്പോർട്ട് കൊടുക്കും ക്രിസ്തുവിലൂടെ. ഒരു കോർപ്പറേറ്റ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, ഒരു കമ്പനി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അതേപോലെ ആയിരിക്കും. പിതാവ് നമുക്ക് ഇൻസ്ട്രക്ഷൻ തരും, നമ്മൾ ഇവിടുന്ന് റിപ്പോർട്ട് കൊടുക്കും. മനസ്സിലായോ? ഹല്ലേലൂയ. യേശു പറഞ്ഞ കേട്ടിട്ടില്ലേ? പിതാവേ, യേശു പറയാണ്, എനിക്ക് പിതാവ് പറയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനർത്ഥം പിതാവിന് ഇൻസ്ട്രക്ഷൻ കിട്ടണം. ഇനി യേശു ഇവിടുന്ന് തിരിച്ച് റിപ്പോർട്ട് കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇവിടുന്ന് അങ്ങോട്ട് ഇൻസ്ട്രക്ഷൻ പോകില്ല, റിപ്പോർട്ടേ പോകും. നിങ്ങൾ കമ്പനി നോക്കുന്നേ, കമ്പനിയിലുള്ള നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ എഞ്ചിനീയർ സൂപ്പർവൈസർ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരും. പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്തതിനു ശേഷം അവർക്ക് റിപ്പോർട്ട് കൊടുക്കും. അത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതാണ് യേശു റിപ്പോർട്ട് കൊടുക്കുകയാണ് പിതാവിന്. യേശു ഇവിടെ ഒന്ന് നോക്കിയപ്പോൾ ഇവർക്ക് ആർക്കും പിതാവിനെ അറിയത്തില്ല. അപ്പോൾ ഉടനെ യേശു പിതാവ് റിപ്പോർട്ട് കൊടുക്കുകയാണ്. പിതാവേ, ഈ ലോകത്തിന് സരോജിനിക്കും ചിന്നക്കുട്ടിക്കും മേരിക്കുട്ടിക്കും ജോസഫ് കുട്ടിക്കും ചാക്കോക്കുട്ടിക്കും നിന്നെ അറിയത്തില്ല, പക്ഷെ എനിക്ക് നിന്നെ അറിയാം. അപ്പൊ എനിക്കിവിടെ വലിയ ഡ്യൂട്ടി ഉണ്ട്. ഞാൻ നിന്നെ ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. റിപ്പോർട്ട് കൊടുക്കും അങ്ങോട്ട്. പിതാവ് ഇൻസ്ട്രക്ഷൻ കൊടുക്കും താഴേക്ക്, താഴെ നിന്ന് മുകളിലേക്ക് റിപ്പോർട്ട് കൊടുക്കും. ഒരു കമ്പനി മെത്തേഡാ. ഹല്ലേലൂയ. വായിച്ച യോഹന്നാൻ 17:25. യോഹന്നാൻ 17:25. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല. കണ്ടോ, റിപ്പോർട്ടാ. ഇത് റിപ്പോർട്ടാ, ഇൻസ്ട്രക്ഷൻ അല്ല. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണ റിപ്പോർട്ടാ. നീതിയുള്ള പിതാവേ, ലോകത്തിന്, അതിന്റെ അർത്ഥം ചന്ദ്രികയ്ക്കും മേരിക്കുട്ടിക്കും ഷിജോയ്ക്കും ബെന്നിക്കുട്ടിക്കും നിന്നെ അറിയത്തില്ല. പിതാവിനെ അറിയത്തില്ല. ഇവിടെ വന്നപ്പോ യേശുവിനെ കണ്ടു. യേശു യേശു യേശു, പക്ഷെ പിതാവിനെ അറിയത്തില്ല. താഴേക്ക്, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. എനിക്ക് നിന്നെ അറിയാം. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. ശിഷ്യന്മാരിപ്പോ മനസ്സിലായി, നീയാണ് എന്നെ അയച്ചതെന്ന് ഇവർക്കും മനസ്സിലായി. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തുക. അപ്പൊ യേശുവിന്റെ ഡ്യൂട്ടി എന്താ? പിതാവിനെ വെളിപ്പെടുത്തുക. യേശുവിന്റെ ഡ്യൂട്ടി അതാണ്, ഈ പിതാവിനെ വെളിപ്പെടുത്തുക. നിങ്ങൾക്ക് ഒരു അപ്പനുണ്ട്, വെളിപ്പെടുത്തി കൊടുക്കുക. താഴേക്ക്. അപ്പൊ ഈ ജനത്തിന് പ്രത്യാശയായി, ഞങ്ങൾ അനാഥരല്ല, ഞങ്ങൾക്ക് ആരുണ്ട്? ഒരപ്പൻ ഉണ്ട്. മനസ്സിലായോ? താഴേക്ക്. അതോടുകൂടി തീർന്നോ? ഇല്ല, ഇനിയും വെളിപ്പെടുത്തും. ഇനിയും യേശു അത് തന്നെ ചെയ്യും. ഇന്ന് യേശു ഉണ്ടെങ്കിൽ യേശു അത് തന്നെ ചെയ്യും. യേശു പറയാ, ഞാൻ നിന്നെ വെളിപ്പെടുത്തി, ഇനിയും അത് തന്നെ ചെയ്യും. ഇതാണ്, ഈ ഡ്യൂട്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഡ്യൂട്ടിയാണ് ഞാൻ നിങ്ങൾ ചെയ്യേണ്ടത്. കൈ ദൈവത്തിന് സ്തോത്രം ചെയ്തേ ഒരു പ്രാവശ്യം കൂടെ. അപ്പൊ ഈ ഡ്യൂട്ടിയാണ് ഞാൻ നിങ്ങൾ ചെയ്യേണ്ടത്. ഇതാ യേശു പറഞ്ഞു, എന്നെ എന്റെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. പക്ഷെ നമ്മളിൽ ആ ഡ്യൂട്ടി നടക്കുന്നില്ല. നമ്മൾ ഈ പിതാവിനെ വെളിപ്പെടുത്തുന്നില്ല. നമ്മളുടെ സുവിശേഷീകരണം എത്ര കഴിഞ്ഞാലും ഇങ്ങനെ ഒരു പിതാവ് ഉണ്ടെന്ന് പോലും ആരും അറിയുന്നില്ല. ഇതാണ് പരാജയം.
ഇതാ യേശു പറഞ്ഞത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചു. ഓക്കെ, അത് വേണ്ടെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ അവരല്ല സ്വർഗ്ഗരാജ്യത്തിൽ കയറുന്നേ. പിതാവിന് ഇഷ്ടം ചെയ്താലേ സ്വർഗ്ഗരാജ്യത്തിൽ കയറാൻ പറ്റൂ. പക്ഷെ ഈ കുഞ്ഞുങ്ങൾക്ക് പിതാവെന്ന് പോലും അറിയത്തില്ല. പിടുത്തം കിട്ടിയോ? ആ പിതാവിന് ഇഷ്ടം ചെയ്താലേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റൂ. അപ്പൊ ഇത് വ്യക്തതയോടെ മനസ്സിലാക്കി പ്രവർത്തിക്കുക. ആ പിതാവിന് ഇഷ്ടം എന്ന് പറയുന്നത് നമ്മളെല്ലാം ക്രിസ്തുവെ പോലെ ദൈവപുത്രന്മാരായി മാറണം. ഇത്രയും പിടുത്തം കിട്ടിയ നിങ്ങളിത് പെട്ടെന്ന് മറന്നു പോകും. കാരണം ഇത് ഉൾക്കൊള്ളാൻ നമ്മുടെ ഹൃദയത്തിന് കഴിയത്തില്ല. ചേമ്പലെ വെള്ളം പോലെ ഇരിക്കും. നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയണ എന്നാണെന്നറിയാമോ? നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളില്ലേ, അത് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും. കാരണം നമ്മുടെ പ്രതീക്ഷ അതാ. ഇതൊന്നുമല്ല നമ്മൾ പ്രതീക്ഷിക്കണേ. ചാകണതിന് മുമ്പ് ഈ ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടി അവസാനിക്കണം എന്നുള്ള ചിന്തയാണ് നമ്മൾ വരുന്നത്. എൻ്റെ പൊന്നുമക്കളെ, അത് കഥാ കർത്താവ് പറഞ്ഞ, നിങ്ങൾ എന്തിനാ എന്ത് തിന്നും എന്ത് കുടിക്കും ഇതിനെ ഓർത്ത് ആവലാതിപ്പെടുന്നേ. മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുന്നേ, കരുതുന്ന മണ്ഡലം അന്വേഷിക്കുന്നേ. നിങ്ങൾക്ക് എല്ലാം അവിടെ കരുതിയിട്ടില്ലേ? ആ കരുതുന്ന മണ്ഡലത്തിൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും. ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ സത്യസന്ധമാകണം. അവിടെ നിങ്ങൾ സൂത്രപ്പണി മനസ്സിൽ ചിന്തിച്ചോണ്ട് അങ്ങോട്ട് കയറിയാൽ ഒന്നും കിട്ടൂല. കാരണം അവിടെ ഇരിക്കുന്ന ദൈവം ആരാന്നറിയോ? നിന്റെ മനസ്സിലെ നീ ചിന്തിക്കുന്ന ചിന്തകളെ മുഴുവനും കാണാവുന്ന ഒരാളാ. മനസ്സിലായ? മുഴുവൻ പിതാവ്. ആ പിതാവ് എന്നാണ് നാമം, സ്വർഗസ്ഥനായ പിതാവ്. മനസ്സിലായി? ഇറ്റ്സ് എ ഫാമിലി നെയിം. മനസ്സിലായോ? നമുക്ക് വേണ്ട പുത്രന്മാർക്ക് വേണ്ടത് എന്താ? നമ്മൾ യഥാർത്ഥത്തിൽ ആരാ? ദൈവപുത്രന്മാരാ. നമുക്ക് വേണ്ടത് എന്താ? അപ്പൻ്റെ പേര് ജോസഫ് എന്നറിയുന്നതാണോ? ഈ ജോസഫാണ് എൻ്റെ അപ്പൻ എന്നറിയുന്നതാണോ? ഈ ജോസഫാണ് എൻ്റെ അപ്പൻ എന്നറിഞ്ഞാൽ നമ്മളോട് എന്നാ വിളിക്കാനാ പറഞ്ഞേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോ ഈ ഒരു പിതാവേ എന്നൊരു വിളി വിളിച്ചാൽ മതി, അപ്പനിൽ നിന്ന് ഒഴുകേണ്ടതൊക്കെ ഇങ്ങോട്ട് ഒഴുകും. മനസ്സിലായോ? നേരത്തെ നിങ്ങൾ കേട്ടില്ലേ, നിങ്ങളെ അമ്മ എന്ന് കൊച്ചു വിളിക്കണത് കാണുമ്പോൾ നിങ്ങളുടെ അകത്ത് നിങ്ങൾ പോലും അറിയാതെ ആ സ്ഥലങ്ങളിലേക്ക് പാലൊഴുകി വരൂലേ? ഇതേപോലെ നമ്മൾ അപ്പനെ കയറി, എൻ്റെ അപ്പൻ്റെ പേര് ജോസഫ് എന്നാ വീട്ടിൽ, അപ്പനെ കയറി ജോസഫ് ചേട്ടാ എന്ന് വിളിച്ചാൽ ഒന്നും ഒഴുകത്തില്ല. പക്ഷെ അപ്പ എന്ന് വിളിച്ചാലുണ്ടല്ലോ ഒഴുകേണ്ടതൊക്കെ അങ്ങ് ഒഴുകും. ആ വിളിക്കേണ്ട രീതിയിൽ വിളിക്കണം. അപ്പന് പേരില്ലെന്നല്ല, അപ്പൻ്റെ പേരാണ് യാഹ്വേ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. യഹോവ എന്ന് പറയും. ഇതാ അപ്പൻ്റെ പേര്. ആ പേരല്ല നമ്മൾ വിളിക്കേണ്ടേ. നമ്മൾ വിളിക്കേണ്ടത്, യേശു ഒരിക്കലും ആ പേര് വിളിക്കാൻ പറഞ്ഞില്ല. ആ പേര് വിളിക്കുന്നത് ആരാ? പുറമേ ഉള്ളവരാ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ വീട്ടിലുള്ളവരാ. വീട്ടിലുള്ളവർ അപ്പനെ കയറി ഔസേപ്പേട്ടാന്ന് വിളിക്കത്തില്ല, അപ്പനെ കയറി അപ്പാന്ന് വിളിക്കുള്ളൂ. അതുകൊണ്ടാണ് യേശു നമുക്ക് പറഞ്ഞു തന്നെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാഹ്വേ എന്ന് വിളിക്കണമെന്നല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അവിടെയാണ് ചേഞ്ചസ് സംഭവിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവേ. മനസ്സിലാകുന്നുണ്ടോ? ഇത് വിളിക്കുമ്പോഴുണ്ടല്ലോ, ഇതാ ഞാൻ മനസ്സിലാക്കിയ കാര്യ, ഞാൻ എൻ്റെ ഈ സ്വർഗസ്ഥനായ പിതാവിനെ വിളിക്കുന്നത് പപ്പ എന്നാ. അപ്പോ എന്നെ തിരിച്ചു വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? മുത്ത എന്ന പേര്. എനിക്ക് അവിടെ പേരുണ്ട്. എൻ്റെ അപ്പൻ്റെ ജീവപുസ്തകത്തിൽ പേരുണ്ട്. അത് ഇവിടെ എൻ്റെ ജഡത്തിലെ അപ്പനിട്ട ഷാജി എന്നുള്ള പേരല്ല. എനിക്ക് അവിടെ പേരുണ്ട്. എൻ്റെ അപ്പൻ എന്നെ തിരിച്ചു വിളിക്കുന്നത് കണ്ടപ്പോഴാണ് എൻ്റെ പേര് എനിക്ക് എൻ്റെ പേര് മനസ്സിലായേ. എൻ്റെ പേര് പേളെന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതേപോലെ നിങ്ങൾക്കെല്ലാം നിങ്ങളെയൊക്കെ പേരുണ്ട്. നിങ്ങൾക്ക് ആ പേരാണ് ജീവപുസ്തകത്തിലുള്ളത്. അത് ഇവിടെ ഇട്ട ഇനിയും ശാന്തിയൊന്നുമല്ല. ദൈവത്തിനറിയാം ആ പേര്. ദൈവത്തോട് കൂടെ ജീവിക്കുക. പപ്പ എന്ന് വിളിച്ചു നോക്ക്, ചിലപ്പോൾ നിങ്ങൾ തിരിച്ചു വിളിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് പേര് മനസ്സിലാവും. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോ ഇങ്ങനെ ഓരോരുത്തർക്കും ദൈവം പേരിട്ടിട്ടുണ്ട്. ആ പേര് ജീവപുസ്തകത്തിലുണ്ട്. അത് ലോക സ്ഥാപനത്തിൽ ഇട്ടിരിക്കുന്ന പേരാ. അത് അവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഇതാ പത്രോസ് പത്രോസ് എന്ന ആ സമയം, ആ ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് യേശുക്രിസ്തു പത്രോസിന്റെ പേര് മാറ്റി. നീ പെട്ര എന്ന് വിളിക്കപ്പെടും. അതിന്റെ അർത്ഥം ഒരു പാറക്കല്ല്. അവന്റെ പ്രവൃത്തിയുമായിട്ടുള്ള ബന്ധത്തിലാണ്. അവനെ ദൈവം അടിസ്ഥാന കൂട്ടത്തിലാണ് കരുതിയേക്കണേ. പാറക്കല്ല്. ഇതേപോലെ തന്നെ ഇവിടെ ഉണ്ട് യാക്കോബ് എന്ന് പറയുന്ന ഒരാളുണ്ട്. യാക്കോബിനെ ദൈവം പേര് മാറ്റി വിളിച്ചു. നീ ഇസ്രായേൽ എന്ന് പേര് വിളിക്കപ്പെടും. അപ്പൊ ഓരോരുത്തരുടെയും പേര് മാറ്റുകയാ. കാരണം ദൈവം നമ്മളെ അറിയുന്നത് ദൈവത്തിന്റെ ഇട്ടക്കണ പേരില്ല. ഇതേപോലെ നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായ പേരുകളുണ്ട്. പക്ഷെ നമ്മളുടെ ഫാമിലി പേരാണ് ദൈവപുത്രർ. പിടുത്തം കിട്ടിയ? നമ്മുടെ അപ്പന്റെ ഫാമിലി പേരാണ് സ്വർഗസ്ഥനായ പിതാവ്. പക്ഷെ വ്യക്തിപരമായ പേരുകൾ ഉണ്ട്.
അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മളിത് വ്യക്തമായി മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഇതാണ് ദൈവ ഇഷ്ടം. നമ്മൾ ദൈവപുത്രന്മാരായി മാറണം. അതാണ് ഹെബ്രായർ 2:10 പറയുന്നത്. ദൈവം എന്താ ചെയ്യുന്നേ? ദൈവം ചെയ്യുന്നത് അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുകയാണ്. ഹല്ലേലൂയ. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുകയാണ്. ഹല്ലേലൂയ. ദേവാസന ഉറങ്ങാണോ? ഇടയ്ക്കിടയ്ക്ക് ദേവാസന എന്ന് വിളിക്കണേ. ഉറങ്ങുവാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ദൈവം എന്താ ചെയ്യണേ? ഈ ദൈവിഷ്ടം എന്നൊക്കെ പറയുമ്പോൾ ദൈവം എന്താ ചെയ്യണേ എന്ന് വല്ല ഐഡിയ ഉണ്ടോ ദേവാസന്? ദൈവം എന്താ ചെയ്യണേ? ആരാധന കൂട്ടത്തെ ഒരുക്കുന്നു. ഓ അല്ലേ അല്ല. ആരാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് പോകുന്ന റെസ്പെക്റ്റാണ്. ഹയസ്റ്റ് അതോറിറ്റിക്ക് പോകുന്ന റെസ്പെക്റ്റാണ്. ആ റെസ്പെക്ട് ഹയസ്റ്റ് അതോറിറ്റിക്ക് പോകും, താഴെയുള്ള അതോറിറ്റികൾക്കും പോകും. പക്ഷെ ഹയസ്റ്റ് അതോറിറ്റിക്ക് പോകുന്നത് 100%. താഴെയുള്ള അതോറിറ്റികൾക്ക് പോകുന്നത് ആ അതോറിറ്റി പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ശ്രദ്ധിക്കുക, ദൈവം എന്താ ചെയ്യണേ? ഹെബ്രായ ലേഖനം 2:10 വായിച്ചു നോക്കിയേ. ദൈവം എന്താ ചെയ്യണേ? സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. അപ്പോ ദൈവം എന്താ ചെയ്യണേ? അനേക പുത്രന്മാരെ ഒരുക്കുക. മനസ്സിലായോ? അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ ദൈവപുത്രന്മാരെ ഉണ്ടാക്കുക. ഈ ഫാക്ടറി ദൈവത്തിന്റെ ബിസിനസിന്റെ എന്ന് പറഞ്ഞാൽ ദൈവപുത്രന്മാരെ ഉണ്ടാക്കുക. മനസ്സിലായോ? ചെരുപ്പ് കമ്പനി പാരഗൺ ചെരുപ്പ് ഉണ്ടാക്കും. മാരുതി കാർ കമ്പനി മാരുതി കാർ ഉണ്ടാക്കും. പ്രോക്ടർ ആൻഡ് ഗാംബിളെ ബേബി ഫുഡ് ഉണ്ടാക്കും. സോണി കമ്പനി TV ഉണ്ടാക്കും, സോണി മൊബൈൽ ഫോൺ ഉണ്ടാക്കും, സോണി ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റ്സ് ഉണ്ടാക്കും. സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ ദൈവപുത്രന്മാരെ ഉണ്ടാക്കുന്നു, മനുഷ്യപുത്രന്മാരുടെ ഉള്ളിൽ നിന്ന്. പ്രതം കിട്ടിയ ഇതാണ് ദൈവം ചെയ്യുന്നത്. ദൈവം തൻ്റെ വംശത്തെ ഉണ്ടാക്കുക ക്രിസ്തുവിലൂടെ. ദൈവത്തിന് എന്തില്ല? വംശമില്ല. മറ്റുള്ളതിന് എല്ലാത്തിനും വംശമുണ്ട്. മനുഷ്യന് വംശമുണ്ട്, സിംഹത്തിന് വംശമുണ്ട്, കുതിരയ്ക്ക് വംശമുണ്ട്, മുയലിന് വംശമുണ്ട്. ദൈവത്തിന് എന്തില്ല? വംശമില്ല. അപ്പൊ തൻ്റെ പുത്രനായ ക്രിസ്തു മുഖാന്തരം ദൈവം തൻ്റെ വംശം ഉണ്ടാക്കുക. അങ്ങനെ വംശം ഉണ്ടാക്കി കഴിഞ്ഞാൽ ക്രിസ്തു ഏറ്റവും മൂത്തവനും അവരുടെ ലീഡറും ആകും, ആദിജാതനാകും. ബാക്കിയുള്ളവരൊക്കെ ക്രിസ്തുവിൻ്റെ അനിയന്മാരായി കൂട്ടവകാശികളാകും. ഇതാണ് ദൈവം ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ദൈവ ഇഷ്ടം. നമ്മൾ ദൈവത്തിന്റെ വംശമായി മാറണം, ദൈവപുത്രന്മാരായി മാറണം. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കാൻ ആരും അനുവദിക്കത്തില്ല. പിശാച് അനുവദിക്കത്തില്ല, ബ്ലോക്ക് ചെയ്ത് കളയും. അതിലവൻ ജയിച്ചു കേട്ടോ. അതിലവൻ ജയിച്ചു. അവന്റെ മിടുക്ക് സമ്മതിക്കണം കേട്ടോ. നമുക്ക് ഇത്രയും വലിയ അപ്പസ്തലന്മാരും പാസ്റ്റർമാരും വമ്പൻ സഭാ സമൂഹമൊക്കെ ഉണ്ടായിട്ടും അവരെയൊക്കെ ഇവൻ വെറും ചീളാക്കി കളഞ്ഞു. ദൈവം ചെയ്യുന്ന ഈ പരിപാടി എന്താണെന്ന് അവർക്ക് അറിയാനേ പറ്റിയിട്ടില്ല. അവർ ചിന്തിച്ചു ആരാധിക്കുക, സ്തുതിക്കുക. ഹല്ലേലൂയ. ബൈബിളിലെ പുതിയ ഉടമ്പടി അങ്ങനെ മിണ്ടുന്നതേയില്ല. എല്ലാവരോടും പറയുന്നത് ജയിച്ചാൽ നീ ദൈവത്തിന്റെ മകൻ, ദൈവപുത്രനാകും. ജയിക്കണം. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കാതിരിക്കാനാണ്. അതാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. യേശുക്രിസ്തു പ്രസംഗിച്ച ഈ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം നിങ്ങൾ മനസ്സിലാക്കാതിരിപ്പാൻ അവൻ നിങ്ങളെ ഉറക്കുന്നു. പിന്നെ കണ്ണു തുറന്നിരുന്നാലും ഏതോ ബ്ലാങ്കറ്റ് ഇട്ട് പുതച്ചതുപോലെ ഒന്നും മനസ്സിലാകുന്നില്ല. എന്നീ പറയണേ എന്ന ഫീലിംഗ് ആകുന്നു. കാരണം വേറൊന്നുമല്ല, അവനും അവന്റെ കമ്പനിയും ഭയങ്കര ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പിശാചും അവന്റെ കമ്പനിയും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അവിടെ പക്ഷയൊന്നുമില്ല. അവിടെ പിശാചിന്റെ ഗ്രൂപ്പില് എക്സ്ക്യൂസ് ഒന്നുമില്ല. അവര് എല്ലാ പണി പെടപെടാന്ന് ചെയ്ത് തീർക്കണേ. അതുകൊണ്ടാണ് അവന്റെ സാമ്രാജ്യം, ഈ ഓൺലൈൻ ഡിജിറ്റൽ സംവിധാനമൊക്കെ ഇത്രയും വളർന്നത്. ഹല്ലേലൂയ. ദൈവിക സംവിധാനം അത് വളരുന്നതേ ഇല്ല എന്ന് പറഞ്ഞാൽ റയറായിട്ട് അവിടെ ഇവിടെ ചില വ്യക്തിപരമായ ആളുകൾ, ബലാത്കാരികൾ, അവർ വളരുന്നുണ്ട്. മറ്റത് പറ്റുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് അനേകം ഉറങ്ങിപ്പോകുന്നത്? ചിലർക്ക് ശാരീരിക ബലക്ഷയം കൊണ്ട് ഉറങ്ങിപ്പോകുന്നു. മറ്റത് ഉറങ്ങിപ്പോകുന്നതിന്റെ കാര്യം വേറൊന്നുമില്ല. പിശാചു അവന്റെ ഗ്രൂപ്പ് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഉറങ്ങിപ്പോണേ. കാരണം അവൻ എന്താ ചെയ്യണമെന്നറിയാമോ? ഹോർമൂസ് കടലിടുക്ക് അടച്ചു കളയുന്നില്ലേ? 2 രാജ്യങ്ങൾ ചേർന്നുകൊണ്ട്. അമേരിക്ക ഒരു സൈഡിൽ നിന്ന് അടയ്ക്കുന്നു, ഇറാൻ വേറെ സൈഡിൽ നിന്ന് അടയ്ക്കുന്നു. ഇതേപോലെ നിങ്ങളുടെ ഹോർമൂസ് കടലെടുക്കാണ്, നമ്മുടെ ഹോർമൂസ് കടലെടുക്കാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ്. നമ്മൾ ഉറങ്ങുമ്പോൾ അതങ്ങ് അടഞ്ഞു പോകും. മനസ്സിലായോ? ഉറങ്ങുമ്പോൾ അതങ്ങ് അടഞ്ഞു പോകും. അപ്പൊ ഇവിടുന്ന് കയറ്റാൻ പറ്റത്തില്ല. ഈ പറയണത് നിങ്ങളുടെ അകത്ത് കയറത്തില്ല. അപ്പൊ അത് തുറന്നിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് നിർമ്മതരായിരിപ്പീൻ, ഉറങ്ങിക്കൊള്ളുവിൻ എന്നല്ല പറഞ്ഞ, ഉണർന്നിരിപ്പേൻ. മനസ്സിലായോ? കാരണം നിങ്ങളുടെ പ്രതിയോഗിക പിശാച് നിങ്ങളുടെ ഹോർമോസ് കടലെടുക്ക് അടയ്ക്കാൻ വേണ്ടി ചുറ്റിത്തിരിഞ്ഞ് നടക്കുക. അപ്പോൾ അവ അടയ്ക്കാൻ നമ്മൾ സമ്മതിക്കരുത്. ഹല്ലേലൂയ. സൂക്ഷ്മ ബുദ്ധിയുള്ളവരായിരിക്കണം.
എങ്ങനെ? ദൈവത്തോട് പ്രാർത്ഥിച്ച്. സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ദൈവമേ, എൻ്റെ മനസ്സിനെ തുറക്കണമേ, ജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ആത്മാവ് എനിക്ക് തരണമേ. ദൈവമേ, എൻ്റെ ഹൃദയദൃഷ്ടിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ. മനസ്സിലായോ? പൗലോസ് സഭ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിച്ചിട്ട്, ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നില്ല, ഇരുണ്ട് കിടക്കുക. ദൈവത്തിന്റെ വിളിയാലുള്ള ആശ ഇന്നതൊന്ന് നിങ്ങളൊന്ന് അറിയാൻ. കാരണം എന്താണ് ആശ? നിങ്ങളും ഞാനും ദൈവപുത്രന്മാരായി വെളിപ്പെടണം. ഇനി ഒരു ഭാഗം കൂടി വായിച്ച് പറഞ്ഞിട്ട് ഞാൻ ഈ സെക്ഷന് വിട്ടിട്ട് ഒരല്പമായി ഫാമിലിയെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ബൈബിളിലെ ഏറ്റവും കാതലായ വാക്യം. ഈ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള വിസ. മനസ്സിലായോ? ഇത് മനസ്സിലാക്കാനായിട്ട് യേശു കർത്താവ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? യേശു കർത്താവ് പറഞ്ഞൊരു കാര്യം, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവരും അല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗ്ഗരാജ്യത്തിൽ കയറുന്നത്. അപ്പോൾ ബുദ്ധിയുള്ളവനാണെങ്കിൽ എന്തന്വേഷിക്കും? പിതാവിൻ്റെ ഇഷ്ടം അന്വേഷിക്കുക. അല്ലാത്തവനാണെങ്കിലോ ചുമ്മാ വീണ്ടും പഴയതുപോലെ തന്നെ നടക്കുക. അപ്പോൾ ബുദ്ധിയുള്ളവനാണെങ്കിൽ പിതാവിൻ്റെ ഇഷ്ടം അന്വേഷിക്കും. അതാണ് വിസ. ഒരു രാജ്യത്ത് നിന്നും മറു രാജ്യത്തേക്ക് പോകണമെങ്കിൽ 2 ഡോക്യുമെന്റ്സ് വേണം. ഹിൽഡർ സിസ്റ്ററിന് അറിയോ എത്ര ഡോക്യുമെന്റ്സ് വേണ്ടതെന്ന്? ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് പോകാൻ എത്ര ഡോക്യുമെന്റ്സ് വേണമെന്ന് അറിയോ? 2 എണ്ണം അല്ലേ? എന്തൊക്കെയാ? വിസയും പാസ്പോർട്ടും. പാസ്പോർട്ടും വിസയും വേണം. ഈ രണ്ടും ഒരു പെർമിറ്റാണ്. പാസ്പോർട്ടും വിസയും. നിങ്ങൾ വേറെ രാജ്യത്തൊക്കെ പോകാനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ. 2 പെർമിറ്റ് വേണം. അതിലൊന്ന് പാസ്പോർട്ടാണ്. പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് പെർമിറ്റാണ്, യാത്ര ചെയ്യാനുള്ള അനുവാദം. അത് നമ്മൾ ഏത് രാജ്യത്താണോ പൗരത്വം ഉള്ളത് അവിടെ നിന്നാണ് കിട്ടുക. ഇവിടെ നിനക്ക് പോകാം. വിസ എന്ന് പറഞ്ഞാൽ എൻട്രി പെർമിറ്റാ, മറ്റേ രാജ്യത്ത് പ്രവേശിക്കാനുള്ള അനുവാദമാണ് എൻട്രി പെർമിറ്റ്. അത് നമ്മുടെ രാജ്യമല്ല തരുന്നത്, ഏത് രാജ്യത്താണോ പ്രവേശിക്കുന്നത് അവരാ തരുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഈ സുവിശേഷത്തിൽ ഒരു യാത്രയുണ്ട്. ആ യാത്ര എന്ന് പറയുന്നത് ലോകത്ത് നിന്ന്, എല്ലാവരും എഴുന്നേറ്റുന്നേ, എല്ലാവരും നിങ്ങളുടെ ഹോർമൂസ് കടലിട്ട് അടയ്ക്കാൻ വേണ്ടി യാത്ര ഭയങ്കര ശ്രമത്തിലാണല്ലോ. ഹോർമൂസ് കടലിട്ടക്ക് അത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഷിപ്പൊന്നും പോവില്ല. പിന്നെ എസ്കോട്ടോടുകൂടി കൊണ്ടുപോകണം. എസ്കോട്ടോടുകൂടി കൊണ്ടുപോയാലേ പോവുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ നിങ്ങളെ എസ്കോട്ടോടുകൂടി കൊണ്ടുപോവുക. അപ്പോ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാനായിട്ട് 2 ഡോക്യുമെന്റ്സ് വേണം. ആ 2 ഡോക്യുമെന്റ്സിൽ പാസ്പോർട്ട് നമ്മളുടെ പൗരത്വമുള്ള നാടാണ് തരുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ നിങ്ങൾ പോകണമെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് കിട്ടണം, ഇന്ത്യ പെർമിറ്റ് തരണം നിങ്ങൾക്ക് യാത്ര ചെയ്യാന്നുള്ളത്. അതിനാണ് പാസ്പോർട്ട്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഒരു കേസ് ഉണ്ടെങ്കിൽ കിട്ടില്ല. ഇവിടെ ഒരു ക്രിമിനൽ കേസോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. പോലീസ് വെരിഫിക്കേഷൻ ആൾ വരും. പോലീസ് വെരിഫിക്കേഷൻ ആൾ വരുമ്പോൾ ആ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലും നിങ്ങളുടെ ആയിരിക്കുന്നത്. എന്നിട്ട് അവിടെ നിങ്ങളുടെ പേരിലും അല്ല കേസ് ഉണ്ടോ എന്ന് നോക്കും. കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് തരില്ല, അത് ക്ലിയർ ചെയ്യണവരെ. അങ്ങനെ പാസ്പോർട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് പോകാം. ഇപ്പം നമ്മൾ പഴയ നിയമ കാലയളവിൽ ആർക്കും പാസ്പോർട്ടില്ല. അവർ പാപം ചെയ്ത് പിശാചിന്റെ പിടിയിൽ ലോകത്തിൽ കുടുങ്ങിക്കിടക്കുക, ലോകത്തിന്റെ തടവുകാരാണ്. യേശുക്രിസ്തു കാൽവരി ക്രൂസിൽ യാഗമായപ്പോ പാപത്തിന്റെ ശമ്പളമായ ആ പേയ്മെന്റ് യേശു കൊടുത്തു വീട്ടി. താൻ മരിച്ചു. അങ്ങനെ യേശു മരിച്ചതുകൊണ്ട് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും ഇവിടുന്ന് രക്ഷപ്പെടാം. പാസ്പോർട്ട് കിട്ടി. പിടുത്തം കിട്ടിയാ? അതാണ് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ രക്ഷിക്കപ്പെടും എന്ന് പറയുന്നത്. കാരണം യേശു നമ്മുടെ പാപത്തിന് വേണ്ടി പേയ്മെന്റ് കൊടുത്തു, താൻ മരിച്ചു. പാപത്തിന്റെ ശമ്പളം മരണം ഏറ്റെടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും കടമുണ്ട്, നിങ്ങൾ ഒരു 50 ലക്ഷം രൂപ കടം എടുത്തു, തിരിച്ചടച്ചിട്ടില്ല. അടച്ചിട്ടില്ലാതിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണ് ഞാൻ ആ പൈസ അടച്ചിട്ടുണ്ട്, ഇത് അതിന്റെ സ്ലിപ്പ് എന്ന് പറഞ്ഞ് തന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. പിടുത്തം കിട്ടിയോ? ഇതേപോലെ യേശു നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. യേശുവിന്റെ നാമമാണ് നമ്മുടെ പാസ്പോർട്ട്. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഏവനും ഈ ദുഷ്ടലോകത്ത് നിന്ന്, പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് രക്ഷപ്പെടും. അതിനുശേഷം ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത രാജ്യത്തേക്ക് പോകണം. നമ്മളെ വിളിച്ചേക്കണം അങ്ങോട്ടാ, സ്വർഗത്തിലേക്കാ. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാ. ഇപ്പൊ നിൽക്കുന്നത് ഭൂമിയിലാ, ലോകത്തിലാ. അപ്പൊ ലോകത്തുനിന്ന് ദൈവരാജ്യത്തിലേക്ക് യാത്രയാകണം. ഇതാ പൗലോസ് പറയുന്നത്, ഞങ്ങൾ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി ക്രിസ്തയേശുവിലാണ് യാത്ര. അല്ലെങ്കിൽ യാത്ര പിടിക്കും, പോകാൻ പറ്റത്തില്ല. ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമവിളി, ദൈവം വിളിച്ചിരിക്കുക, പരമ ഉയരത്തിലെ വിളി. അപ്പൊ അങ്ങോട്ടേക്ക് ഞങ്ങൾ യാത്രയാവുകയാ. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് ഇവിടെ ഒരു കൂടും കെട്ടി ഇവിടെ ആരാധിച്ച് അവസാനിക്കുകയല്ല. അല്ലെങ്കിൽ ഇവിടെ കിട്ടും അന്യവസ്ത്രാദി നന്മകൾ എന്ന് പറഞ്ഞ് ഇവിടെ അടിയല്ല.
ഇവിടുന്ന് പോവുക. ഇനി അന്നവസ്ത്രായ നന്മകളെ കുറിച്ചല്ല നമ്മൾ നോക്കണ്ടേ. യേശു പറയാ, ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ യാത്ര ചെയ്യുന്ന അപ്പൻ അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഇതല്ല നോക്കേണ്ടത്, ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ദൈവരാജ്യം അന്വേഷിച്ച് ഇത് നിങ്ങളുടെ പുറകെ ഓടിയെത്തും. മനസ്സിലായോ? ഇത് നിങ്ങളുടെ പുറകെ ഓടിയെത്തും. കാരണം അതിന്റെ നിയമനം അങ്ങനെയാ. ദൈവത്തിന്റെ പുറകെ നീ പോയാൽ നിനക്ക് വേണ്ടത് ദൈവം നിന്റെ പുറകെ എത്തിക്കും. കാരണം നീ പണി മുടക്കരുത്. അതായത് കമ്പനിക്ക് വേണ്ടി നീ അധ്വാനിക്കുന്നതായിട്ട് കമ്പനിയുടെ ഉടമ മനസ്സിലാക്കിയാൽ നിന്റെ മാക്സിമം പ്രൊഡക്ടിവിറ്റി, നിന്റെ മാക്സിമം നിന്നിൽ നിന്ന് ഈൽഡ് ചെയ്യാൻ വേണ്ടി നീ കുടുംബകാര്യങ്ങളിൽ പോലും ഇടപെടാതെ നിന്റെ സകല കാര്യങ്ങളും ചെയ്യാൻ കമ്പനി പുറകെ നിൽക്കും. മനസ്സിലായോ? ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദൈവം നമ്മൾക്ക് വേണ്ടി നിൽക്കുക. ദൈവത്തിന്റെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ദൈവം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ അല്പം പോലും സമയം നഷ്ടപ്പെടാതെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കമ്പനി, ദൈവം നമുക്ക് വേണ്ടതെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഹല്ലേലൂയ. നിങ്ങളത് വ്യക്തിയോടെ മനസ്സിലാക്കിയാട്ടെ. കാരണം നിങ്ങൾ വേറെ കാര്യത്തിലേക്ക് ഓടിയാൽ ആർക്കാ നഷ്ടം? കമ്പനിക്കാണ് നഷ്ടം. അപ്പൊ കമ്പനി അത് ഓടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തിനു വേണ്ടിയാണ് ഓടാൻ പോണത് ആ കാര്യം നമ്മളോട് ചേർത്ത് തരും. കാരണം ആ സമയവും കൂടെ നമ്മൾ കമ്പനിക്ക് വേണ്ടി പ്രയോജനകരമായി തീരണം. പിടുത്തം കിട്ടിയ ഇതാ ദൈവത്തിന്റെ മനസ്സ്. ഇതാ പറഞ്ഞ മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, എന്ത് തിന്നു, എന്ത് കുടിക്കുക, എന്തൊടുക്കുന്നത് നിനക്ക് ചേർന്ന് വരും. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനല്ല പറഞ്ഞത്. പ്രാർത്ഥന നല്ലതാ. നമ്മൾ ചെയ്യേണ്ടത് ഈ ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ പ്രൊഡക്ഷൻ നടക്കുക എന്നാണ്? ദൈവപുത്രന്മാർ. അപ്പൊ നിങ്ങളോട് ശ്രദ്ധിച്ചു നോക്കിയേ, ഇവിടെ ഓരോ ദൈവദാസന്മാരും സംസാരിക്കുന്ന അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരെ വെളിപ്പെടുത്തുകയല്ല, പകരം ഈ ദൈവപുത്രന്മാർ നിങ്ങളിൽ ഉരുവാകണം. ഇതാ പൗലോസ് പറയുന്നത്, ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോണം. അല്ലാണ്ട് നിങ്ങളൊരു മതി ചേർക്കുകയല്ല, സംഘടന ചേർക്കല്ല. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദന അനുഭവിക്കുക. മനസ്സിലായോ? അപ്പോ ഈ ദൈവപുത്രന്മാർ രൂപപ്പെടണം. അപ്പൊ ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുക. ഈ യാത്ര പുറപ്പെടുമ്പോ നിങ്ങൾക്ക് പോകാൻ അറിയോ സ്വർഗത്തിലേക്ക്? സ്വർഗീയ വിളിക്കുക ഓഹരിക്കാര്, പക്ഷെ പോകാൻ അറിയോ? അപ്പോഴാണ് യേശു പറയുന്നത്, ഫോളോ മീ, എന്റെ പുറകെ വാ, എന്നെ അനുഗമിക്കേ. പക്ഷെ അത് നമ്മൾ മിണ്ടുന്നില്ല. നമ്മൾ പറയണ ആരാധിക്കുന്നത്. ഇവിടെ യേശുവിനെ അങ്ങ് ആരാധിച്ചാൽ ഇവിടെ കിട്ടുന്ന അന്നവസ്ത്രവും കിട്ടും. ഹല്ലേലൂയ. ഇതാണ് ഇവരെ കുറിച്ച് ബൈബിൾ പറയാ, നിങ്ങളെയൊക്കെ അരിഷ്ടർ വേറെ ആരുമില്ല. ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവർ സകല മനുഷ്യരിലും അരിഷ്ടർ. കാരണം ക്രിസ്തുവെ കൊണ്ടുവന്ന് ഈ ലോകത്തിലെ കാര്യം തരാൻ വേണ്ടിയല്ല, അത് ബൈ പ്രൊഡക്റ്റ് ആണ്. ക്രിസ്തുവെ തരുന്നത് നിത്യലോകത്തിലെ ദൈവത്തോടുള്ള വാസം തരാനാണ്, നമ്മളെ അവിടെ എത്തിക്കാനാണ്, ദൈവത്തിന്റെ മക്കളാക്കി. പിടുത്തം കിട്ടിയ? അപ്പൊ അവിടെ കയറണമെങ്കിൽ ഇവിടുത്തെ പാസ്പോർട്ട് മാത്രം പോരാ, അവിടുത്തെ വിസ വേണം. ഇപ്പൊ നിങ്ങൾക്ക് ദുബായ് വരണമെങ്കിൽ ഇന്ത്യ തരുന്ന പാസ്പോർട്ട് മാത്രം പോരാ, ദുബായിയുടെ രാജാവ് തരുന്ന വിസ വേണം, അവിടുത്തെ ഗവൺമെന്റ് തരുന്ന വിസ വേണം. അത് കിട്ടുന്ന ഇവിടെ നിന്നല്ല, അത് കിട്ടുന്ന അവിടുന്ന്, സ്വർഗത്തിൽ നിന്നാ. ആ വിസയുടെ പേരാണ് ദൈവ ഇഷ്ടം. മനസ്സിലായോ? യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നതിന്റെ പേരാണ് പാസ്പോർട്ട്. ഇതാ യേശു അവസാനം ഇമിഗ്രേഷൻ ഓഫീസറായിട്ട് അവിടെ ഇരിക്കുന്ന ആള് യേശുവാ. യേശു ചോദിക്കുകയാണ്, എന്നെ കർത്താവ് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ഇവിടെ കയറാൻ, സ്വർഗരാജ്യത്തിൽ കയറാൻ പറ്റത്തില്ല. ലോകത്തുനിന്ന് രക്ഷപ്പെടാം, പക്ഷെ സ്വർഗരാജ്യത്തിൽ കയറണമെങ്കിൽ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. അതാണ് വിസ. അപ്പൊ എന്താണ് ഈ വിസ എന്ന് മനസ്സിലാക്കാൻ പോവുക. വിസ ദൈവ ഇഷ്ടമാണ് വിസ. പറഞ്ഞ യേശുവിന്റെ നാമമാണ് പാസ്പോർട്ട്. യേശുവിന്റെ നാമമാണ് പാസ്പോർട്ട്. ദൈവത്തിന്റെ ഇഷ്ടമാണ് വിസ. ഒന്നൊരു പറഞ്ഞ, യേശുവിന്റെ നാമമാണ് പാസ്പോർട്ട്, ദൈവത്തിന്റെ ഇഷ്ടമാണ് വിസ. അതുകൊണ്ട് പാസ്പോർട്ട് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, വിസയും വേണം, എങ്കിലേ സ്വർഗ്ഗരാജ്യത്തിൽ കയറാൻ പറ്റൂ. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പാസ്പോർട്ടും കൊണ്ട് അവിടെ ചെന്ന് ഇറങ്ങും ദുബായിൽ എയർപോർട്ടിൽ, പുറത്തേക്ക് ഇറക്കൂല, വിസ കാണിക്കണം. മനസ്സിലായോ? അത് ജവാസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാ പാസ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിസ കാണിക്കാൻ പറയും അവര്. മനസ്സിലായോ? അക്കാമ കാണിക്കാൻ പറയും, വിസ കാണിക്കാൻ പറയും. ഇതാ യേശു പറയുന്നത്, എന്നെ കർത്താവ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്താലേ സ്വർഗ്ഗരാജ്യത്തിൽ കയറാൻ പറ്റുള്ളൂ. ഇവരെ ആരും കേട്ടുന്നില്ല. ഈ ക്രിസ്ത്യാനികളൊക്കെ പുറത്താക്കുക, ഗെറ്റ് ഔട്ട്. ധർമ്മം പ്രവർത്തിക്കുന്നത് ഞാനൊരു കാലത്ത് അറിഞ്ഞിട്ടില്ല. അപ്പോ മനസ്സിലായോ? അപ്പൊ ഇനി എന്താണ് പിതാവിന്റെ ഇഷ്ടം എന്ന് മനസ്സിലാക്കാൻ പോവാണ്. അതിന് നിങ്ങൾ ബൈബിൾ മൊത്തം പഠിച്ചിട്ട് രണ്ടാമത് റിവൈസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരൊറ്റ വചനം പഠിച്ചാൽ മതി. പഠിക്കാൻ പറ്റുമോ? ഒറ്റ വചനം പിതാവിന് ഇഷ്ടം മനസ്സിലാക്കാൻ പഠിക്കാം അല്ലേ? അന്ന് പ്രാർത്ഥനയോടെ ഇരുന്നു.
വിസയും പാസ്പോർട്ടും ഒരു ടൈറ്റിലാന്ന് തോന്നുന്നു. ശ്രദ്ധിച്ചേ, ഇവിടെ എന്താണ് പിതാവിൻ്റെ ഇഷ്ടം ഇത് മനസ്സിലാക്കാനായിട്ട് മരിച്ചുപോയ ഒരു ദൈവദാസനുണ്ട്. മരിച്ചുപോയി. എൻ്റെ ജീവിതത്തിലൊക്കെ വളരെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു ദൈവദാസനാണ്. അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല. ഈ ആളുകളുടെ പേരൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഒരു വല്ലായ്മ തോന്നണേ. കാരണം ഓരോരുത്തരും ഓരോ ഗ്രൂപ്പുകാരാ. ചാക്കോ ഗ്രൂപ്പ്, പത്രോസ് ഗ്രൂപ്പ്, അപ്പോളോസ് ഗ്രൂപ്പ് ഒക്കെ. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ ദർശനത്തിൽ പല പ്രാവശ്യം സ്വർഗത്തിൽ പോകാനായിട്ട് ഇടയായി. ദർശനത്തിൽ ആ ഇൻസ്പിറേഷനിൽ എനിക്കും സ്വർഗത്തിൽ പോകാൻ ദൈവം കൃപ നൽകിയിട്ടുണ്ട്. അവിടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ മാറ്റം തുടങ്ങിയത്, ആത്മീയ മാറ്റം തുടങ്ങിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ സ്വർഗത്തിൽ യേശുവിനെ കണ്ട് സംസാരിക്കുമ്പോൾ യേശുവിനോട് ചോദിച്ച പല ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിൽ ഒന്ന് ഇതായിരുന്നു, ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ഏതാണെന്ന് ചോദിച്ചു ഈ ദേവദാസൻ. അപ്പോൾ യേശു പറഞ്ഞു, ബൈബിളിലെ യേശുവിനത് വലിയ സന്തോഷമായി കേട്ടോ ചോദിച്ചപ്പോൾ. യേശു ചിരിക്കുന്ന മുഖത്തോട് പറഞ്ഞു, ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എന്ന് പറഞ്ഞു. യേശു തുടർന്നു, അദ്ദേഹം അത്ര ചോദിച്ചോളൂ, പക്ഷെ ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അധികമായി തരുന്ന ആളാണ് നമ്മുടെ ദൈവം. അവിടെ വെച്ചിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്തു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം യെശയ്യാ 53 പറഞ്ഞു. വീണ്ടും യേശു കണ്ടിന്യൂ ചെയ്തു. 53 ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം എന്ന് പറയുന്നത് യെശയ്യാ 53:10 പറഞ്ഞു. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം യെശയ്യാ 53:10. യേശുവിന്റെ അഭിപ്രായ പ്രകാരം. അപ്പോൾ നിങ്ങൾക്കൊന്ന് അറിയാൻ താല്പര്യമില്ലേ? ഒരുപക്ഷെ നിങ്ങളൊരു ക്രിസ്തീയ കോളത്തിലാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ സഭയിൽ തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് അത് വായിക്കും. പക്ഷേ നമുക്കൊന്നും മനസ്സിലാകാതെ വായിച്ചു പോണേ. യെശയ്യാ 53:10 ഈ വിസ കിടക്കുന്നത്, ദൈവ ഇഷ്ടം കിടക്കുന്നത്. സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യത കിടക്കുന്നത് യെശയ്യാ 53:10. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ബൈബിൾ മൊത്തം പഠിക്കണ്ട, ദൈവ ഇഷ്ടം മനസ്സിലാക്കാൻ ഒറ്റ വാക്യം പഠിച്ചാൽ മതി. ഒറ്റ വാക്യം യെശയ്യാ 53:10. യേശു ചോദിക്കുന്നില്ല, എന്നെ കർത്താവേ എന്ന് പറയുന്ന യവനും അല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ആ പിതാവിൻ്റെ ഇഷ്ടം യെശയ്യാ 53:10 അപ്പോൾ നമുക്ക് അതൊന്ന് ചിന്തിച്ചാലോ? സ്ക്രീനിലൂടെ ചിന്തിക്കുക. എന്താണ് യെശയ്യാ 53:10 ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ലോർഡ് ഐ ലവ് യു. മോനെ ആ പ്രൊജക്ടറിൻ്റെ കണക്ഷൻ വയറ് ഒന്ന് കൊടുത്തേ. എല്ലാം വേണോ? അതൊക്കെ വേണോ? ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കണൊക്കെ ലോകം മുഴുവൻ കേൾക്കും. അതുകൊണ്ട് എന്നോടൊന്നും ചോദിക്കാതിരിക്കുക. ശ്രദ്ധിച്ചേ. അപ്പോൾ യെശയ്യാ 53:10 നമുക്ക് ശബ്ദമുയർത്തി യെശയ്യാ 53:10 നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ 53:10. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. കേട്ടോ? നിങ്ങൾക്കൊന്നും മനസ്സിലായാലെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ദൈവത്തിന്റെ വചനം പറയുന്ന കാര്യം ഒന്നുകൂടി ശ്രദ്ധയോടെ കേട്ടെ. വായിച്ചേ. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. മറന്നു പോകരുത് ഈ വചനം. ഇത് നിങ്ങൾ നിന്ന് ധ്യാനിക്കുക. ദേവാസന്മാര് സഭയിൽ ഓരോ മാസം ഇത് തന്നെ പ്രസംഗിക്കുക മനസ്സിലാക്കിയിട്ട്. ഇതാണ് വിസ ഈ കിടക്കണേ. അതുകൊണ്ടാ ഇതിന് ഏറ്റവും പ്രാധാന്യം യേശു പറഞ്ഞത്. അവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഈ സംഭവം കാണാം. ഞാനത് നിങ്ങൾക്ക് ഇന്റർപ്രിറ്റ് ചെയ്ത് തരാം ദൈവത്തിൽ ആശ്രയിച്ച്. എന്നാൽ അവനെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ തകർത്ത് കളവാൻ കാൽവരി ക്രൂശിൽ ക്രൂശിച്ചില്ലേ, യഹോവയ്ക്ക് സ്വർഗസ്ഥ പിതാവിന് ഇഷ്ടം തോന്നി. അപ്പൻ മോനെ തകർക്കുകയാണ്. ഓക്കെ, അപ്പൻ മോനെ തകർക്കുകയാണ്. അവൻ സ്വർഗസ്ഥ പിതാവ് അവന് ക്രിസ്തുവിന് കഷ്ടം വരുത്തി. ക്രിസ്തുവിന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട്, കാൽവരി ക്രൂശിലെ യാഗമാണ്. ക്രിസ്തു സന്തതിയെ കാണുകയും, ശ്രദ്ധിക്കണം, ക്രിസ്തു സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും, അതായത് മരണമില്ലാത്തവനായി തീരുകയും യഹോവയുടെ ഇഷ്ടം ക്രിസ്തുവിന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും.
അപ്പൊ ഇവിടെ വിസ വന്നത് കണ്ടോ? വിസ വന്നത് കണ്ടോ? യേശു എന്നാ പറഞ്ഞേ? എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗ്ഗത്തിൽ കിടക്കുന്നത്. പിതാവിന്റെ പേരെന്നാന്ന് ചോദിച്ചില്ലേ? പേര് ഇവിടെയുണ്ട്, യഹോവയുടെ ഇഷ്ടം. മനസ്സിലാവുന്നുണ്ടോ? പിടുത്തം കിട്ടിയാ? പക്ഷെ നമ്മൾ ആ പേര് വിളിക്കാറില്ല. കാരണം അപ്പനെ കയറി പേര്, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പേര് വിളിക്കുമോ? നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ കയറി അപ്പനെ കയറി, പുറത്തുനിന്ന് ഒരാൾ വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു ജോസഫ് ഏട്ടനുണ്ടോ എന്ന് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പറയുമോ? ഇല്ല. പപ്പ. അപ്പം നിങ്ങൾ തിരിച്ചു പറയും പപ്പ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ പപ്പ ഉറങ്ങുകയാണ്. നിങ്ങൾ ഒരിക്കലും തിരിച്ചു പറയത്തില്ല ജോസഫ് ഏട്ടൻ ഉറങ്ങുകയാണെന്ന്. പപ്പ ഉറങ്ങുകയാണെന്നേ പറയത്തുള്ളൂ, അല്ലേ? ഇതേപോലെ നമ്മൾ വീട്ടിലുള്ളവര് പപ്പ, സ്വർഗസ്ഥനായ പിതാവേ എന്നാണ് നമ്മൾ വിളിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഇനി മനസ്സിലാക്കിക്കോ, ഇവിടെ ആ ദൈവയിഷ്ടത്തെ കണ്ടോ? ഒന്നുകൂടി വായിച്ചു നോക്കിയേ. നിങ്ങൾ എല്ലാവരും ഒന്ന് വ്യക്തിപരമായി വായിച്ചു നോക്കിയേ. ഇതിൽ ദൈവയിഷ്ടം കാണുന്നുണ്ടോ എന്ന് നോക്കിയേ. ആ പേര് കേൾക്കുന്നുണ്ടോ എന്ന് നോക്കിയേ. ഇത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്? ഉറക്കെ ഒന്ന് വായിച്ചേ. ഇതൊന്ന് ഉറക്കെ വായിച്ചേ. സ്ക്രീനിൽ വായിക്കാൻ പറ്റും, സ്ക്രീനിൽ വായിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾ കേൾക്കാവുന്ന രീതിയിലൊന്ന് വായിച്ചേ. ഏഷ്യ 53:10 നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, സ്ക്രീനിൽ വായിക്കുക. ഓക്കെ, ഒരല്പം വാ തുറന്ന് വായിച്ചോ. നിങ്ങളുടെ ചെവി ഒന്ന് കേട്ടോട്ടെ. അടുത്തിരിക്കുന്ന ആൾ കേട്ടാലും നല്ല കാര്യമാണ്. വായിച്ചോ, നിങ്ങൾ വായിച്ചോ, നിങ്ങൾ തന്നെ വായിച്ചോ. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ കാണാൻ പറ്റുന്ന ആരുണ്ട്? ഇത് വായിക്കാൻ പറ്റുന്ന ആരുണ്ട് ഇതിൽ, ഈ കൂട്ടത്തിൽ? സ്ക്രീൻ കാണാൻ പറ്റുമോ? കാണാൻ പറ്റുന്നില്ല, കാണാൻ പറ്റില്ല. വലുതായാലേ കാണാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയും കാഴ്ചയില്ല നിങ്ങൾക്ക്, അല്ലേ? കണ്ണാടി വെച്ചതുകൊണ്ടാണ് കാണാൻ പറ്റുന്നത്, അല്ലേ? കണ്ണാടി വെക്കാതെയും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്താ? രണ്ടെണ്ണം മാറ്റി കഴിഞ്ഞാൽ കാണാൻ പറ്റും, അല്ലേ? ഓക്കേ, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? ബെന്നിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എന്നാ ബെന്നി ഒരു കാര്യം ചെയ്യുക, ബെന്നി ഒന്ന് വായിച്ചേ. ബെന്നി വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളോ. ആ മൈക്കൊന്ന് കൊടുത്തേ ബെന്നിക്ക്. ബെന്നി വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. എന്നാൽ അവനെ മൈക്ക് പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കണം കേട്ടോ. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. കേട്ടോ, ഇത് എത്ര പ്രാവശ്യം യഹോവയുടെ ഇഷ്ടം എന്ന് എഴുതിയിട്ടുണ്ട്? ശ്രദ്ധിച്ചു നോക്കിയേ. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഇതാണ് യേശു പറഞ്ഞത്, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നതല്ല, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന ആ സ്വരാതി കയറുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം ഇതിൻ്റെ ഉള്ളിലുണ്ട്. എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ട് യഹോവയുടെ ഇഷ്ടം എന്ന്? 2 പ്രാവശ്യം. മനസ്സിലാവുന്നുണ്ടോ? 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട് യഹോവയുടെ ഇഷ്ടം. അതാണ് വിസ. ഇവിടെ കിട്ടിയ. ഇനി ആ യഹോവയുടെ ഇഷ്ടം എന്താണെന്ന് ഇതിലുണ്ട്. അതെന്താണെന്ന് നോക്കിയേ. ആ യഹോവയുടെ ഇഷ്ടം എന്താണെന്ന് ഇതിലുണ്ട്. അതിന്റെ അൾട്ടിമേറ്റ്, അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. താഴേക്ക്. എന്തിനാണ് തകർത്തത്? താഴേക്ക് വായിക്കേ. ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം കയ്യാൽ സാധിക്കുകയും ചെയ്യും. ദീർഘായുസ് പ്രാപിക്കുന്നതിന് മുമ്പ് എന്തോ ഉണ്ടല്ലോ, അവൻ സന്തതിയെ കാണും. അപ്പൊ സന്തതിയെ കാണുകയും. അപ്പോ യഥാർത്ഥത്തിൽ എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? സന്തതിയെ കാണണം. മനസ്സിലായോ? സന്തതിയെ, ഇതാണ് ദൈവ ഇഷ്ടം. അതായത് ഞാനും നിങ്ങളും ദൈവപുത്രന്മാരായി വെളിപ്പെടണം, ക്രിസ്തുവെ പോലെയുള്ളവരായി മാറണം. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അല്ലാണ്ട് മതക്കാരന് സങ്കടക്കാരനാകാനല്ല. ഞാനും നിങ്ങൾ ആരായി മാറണം? മനുഷ്യപുത്രന്മാരായ നമ്മൾ ദൈവപുത്രന്മാരായി മാറണം. അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞാൽ ദൈവത്തിന്റെ വംശമായി മാറണം. പിടുത്തം കിട്ടിയോ? ഇനി
അതിൻ്റെ ഹിന്ദി വായിക്കാൻ അറിയോ? ഇല്ല. അതിൻ്റെ തൊട്ട് ഇംഗ്ലീഷും ഉണ്ട്, ഹിന്ദിയുണ്ട്. ഹിന്ദിയിലാണെങ്കിൽ കുറച്ചും കൂടി ക്ലിയറാണ്. താഴെ ഇരുന്നോ. ഹിന്ദിയിൽ അവിടെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് തബ് വഖ് അപ്നാ വംശ് ദേഖ്നെ പയേഗ. ദൈവത്തിന് ക്രിസ്തുവിലൂടെ തൻ്റെ വംശത്തെ കാണണം. ഹിന്ദി ഇവിടെ എഴുതിയിട്ടുണ്ട്. അവരെഴുതിയിരിക്കുകയാണ് തബ് വഖ് അപ്ന വംശ് ദേഖ്നെ പയേഗ. ദൈവത്തിന് തൻ്റെ വംശത്തെ കാണണം. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. മനസ്സിലാവുന്നുണ്ടോ? ദൈവവംശത്തെ കാണണം. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം ക്രിസ്തുവിലൂടെ സാധിക്കണം. മനസ്സിലായോ? ക്രിസ്തു ആരെ കാണണം? സന്തതിയെ കാണണം. അപ്പൊ ക്രിസ്തു മുഖാന്തര സന്തതിയെ ജനിപ്പിക്കുകയാണ് ദൈവം ചെയ്യുന്നത്. ഈ ഭൂമിയിലെ കുടുംബം പുരുഷൻ, ഭർത്താവ്, ഭാര്യ മുഖാന്തരം സന്തതിയെ ജനിപ്പിക്കുന്നു. സ്വർഗത്തിൽ സ്ത്രീ കഥാപാത്രങ്ങളില്ല. അതിനു പകരം സ്വർഗസ്ഥ പിതാവ് ക്രിസ്തു മുഖാന്തരം, തൻ്റെ മകൻ മുഖാന്തരം സന്തതിയെ, വംശത്തെ ജനിപ്പിക്കുന്നു. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. ഇതാണ് നമ്മൾ ആദ്യം ചിത്രം കണ്ടില്ലേ? താഴെ ഒരു കുടുംബം, ഭൂമിയിലെ കുടുംബം, മുകളില് സ്വർഗത്തിലെ കുടുംബം. ഭൂമിയിലെ കുടുംബത്തിൽ ഭർത്താവ് കാരണഭൂതൻ, ഭാര്യ മുഖാന്തരം. ഭർത്താവ് ഭാര്യ മുഖാന്തരം മക്കളെ ജനിപ്പിക്കുന്നു. ദേവാസനോട് ഇല്ലായിരുന്നു ആ സമയത്ത്. ഇതാ ഭർത്താവ് ഭാര്യ മുഖാന്തരം മക്കളെ ജനിപ്പിക്കുന്നു. ഭൂമിയിലെ കുടുംബം. സ്വർഗത്തിലെ കുടുംബത്തിൽ സ്വർഗസ്ഥ പിതാവ് കാരണഭൂതൻ, യേശു കർത്താവ് മുഖാന്തരം. സ്വർഗസ്ഥ പിതാവ് യേശു മുഖാന്തരം മക്കളെ ജനിപ്പിക്കുന്നു. ഭൂമിയിലെ കുടുംബത്തിൽ ജനിക്കുന്ന മക്കൾ മരിച്ചു പോകും. സ്വർഗത്തിലെ കുടുംബത്തിൽ ജനിക്കുന്ന മക്കൾ എല്ലാം ദീർഘായുസ, മരിക്കത്തില്ല. പിടുത്തം കിട്ടിയ? ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇതൊരു പ്രവചന നിവൃത്തിയും കൂടെയാണ്. ഒരു പ്രവചന നിവൃത്തിയും കൂടെയാണ്. ഇവിടെ യേശു എന്ത് കാണും? സന്തതിയെ കാണും. അവിടെ എഴുതിയിരിക്കില്ലേ? എഴുതിയിട്ടുള്ള കഷ്ടം വരുത്തി അവന്റെ പ്രാണൻ ഒരു അകൃത്യയാകമാ തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും. യേശു ആരെ കാണും? യേശു സന്തതിയെ കാണും. യേശു സന്തതിയെ കാണുമെന്ന് പറഞ്ഞാൽ അതിലൂടെ ഒരു പ്രവചനം നിറവേറുകയാണ്. സന്തതിയെ കാണുമ്പോൾ ഒരു പ്രവചനം നിറവേറുകയാണ്. ബൈബിളിലെ ഒരു പ്രവചനം. അതായത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാണ്, അവൻ നിത്യപിതാവേ എന്ന് വിളിക്കപ്പെടും. ബൈബിളിലൊരു പ്രവചനമുണ്ട്. യേശയ്യാ 9:6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു, നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഇപ്പൊ പെട്ടിട്ടില്ല, ഭാവിയിൽ ഒരിക്കൽ നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും. ഈ കുഞ്ഞ് ഭാവിയിൽ നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും. ഈ മകൻ തന്നപ്പം മകനായിരുന്നു, അവൻ നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും എന്ന് യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ പ്രവചനം ഇവിടെ നിറവേറിയപ്പോ യേശു സന്തതിയെ കണ്ടപ്പോ, അവൻ സന്തതിയെ കാണുക. കാൽവരി ക്രൂശിലെ യാഗത്തിൽ സന്തതിയെ കാണുകയാണ്. അപ്പൊ ഈ ഇതൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച വചനങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇതൊരു പ്രവചനമാണ്. യേശു ക്രിസ്തു ഇവിടെ ശിശുവായി ജനിക്കുന്നതിന് മുമ്പ് 700 വർഷങ്ങൾക്ക് മുമ്പ് യേശയ്യാ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞ പ്രവചനമാണ്. ഒന്ന് വായിച്ചേ. യേശയ്യാ 9:6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. ഗവൺമെന്റ് യേശു ആയിരിക്കും കൊണ്ടുപോകാൻ പോകുന്നത്. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. പേര് വിളിച്ചു എന്നാണോ? വിളിക്കപ്പെടും. ഒരു പ്രവചനമാണ്. മനസ്സിലായി? 700 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രവചനം. വിളിക്കപ്പെടും. പറ്റത്തില്ല. അതായത് പ്രവചനങ്ങളെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ അമ്പലത്തിലെ ഉത്സവം, പള്ളിയിലെ പെരുന്നാള്, ഈ സമയത്തൊക്കെ ഒരു പ്രത്യേക പടക്കം പൊട്ടിക്കും. ആ വാണപ്പടക്കം എന്നാ അതിന്റെ പേര്. കണ്ടിട്ടുണ്ടോ? പ്രദക്ഷിണത്തിന്റെ ഒക്കെ മുമ്പിൽ ഒരു കാർന്നവര് ആരെങ്കിലും ഇങ്ങനെ മുണ്ടൊക്കെ മടക്കി കുതി ഇങ്ങനെ മുമ്പ് നടക്കും. അവരാണ് ആ പള്ളിയിലെ കാർന്നവര്. അപ്പൊ ഇങ്ങനെ നടക്കുമ്പോൾ ഒരാൾ അതിന്റെ മുമ്പിൽ നടന്നിട്ട് ഈ വാണപ്പടക്കം കേട്ടിട്ടുണ്ടോ? ഇതുപോലെയാണ് പ്രവചനം.
പ്രവചനം കത്തിച്ചങ്ങ് വിടുകയാ. 700 വർഷം മുമ്പ് കത്തിച്ചു വിട്ടു, അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ പോയി 700 വർഷമായപ്പോ അതിലെ പലതും പൊട്ടി, അതായത് നിവൃത്തിയായി. പിടുത്തം കിട്ടിയ അവൻ ഒരു നാൾ നിത്യപിതാവെന്ന് വിളിക്കപ്പെടും. ഈ തന്ന മകൻ അവൻ തന്നപ്പോ മകനായിരുന്നു, കാരണം അവന് മക്കളൊന്നുമില്ല. പക്ഷേ അവന് മക്കളുണ്ടായാൽ അവന് പിതാവേ എന്ന് വിളിക്കും. ബെന്നിക്ക് 5 വയസ്സായിരുന്ന സമയത്ത് ബെന്നിനെ ആരെങ്കിലും കയറി അപ്പാന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇപ്പൊ അപ്പ മോനില്ലേ ഇല്ലേ? ഇപ്പൊ വിളിക്കത്തില്ലേ? ഇല്ലേ? അല്ലോ. അപ്പൊ ബെന്നി 5 വയസ്സായിരുന്നപ്പോ ചിലപ്പോ ഒരു പ്രവാചകൻ പറയും, ഒരു നാൾ നിന്നെ അപ്പാ എന്ന് വിളിക്കപ്പെടും എന്ന് പറയുന്നത് പോലെ മകനെ അപ്പാ എന്ന് വിളിക്കപ്പെടും എന്ന പ്രവചനം വന്നു. കാൽവരി ക്രൂശിലായപ്പോ യേശുക്രിസ്തുവിന് കാൽവരി ക്രൂശിലൂടെ മക്കൾ ജനിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, കാൽവരി ക്രൂശിൽ യേശുവിനെ തകർത്തപ്പോ അതിലൂടെ ജനിക്കപ്പെട്ട മക്കളാണ് പുതിയ സൃഷ്ടിയിൽ ഞാനും നിങ്ങളും ദൈവപുത്രന്മാർ. പിടുത്തം കിട്ടിയ അങ്ങനെ കാൽവരി ക്രൂശിൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ ആ മക്കൾ യേശുവിന് കിട്ടി. മനസ്സിലായോ? ഹല്ലേലൂയ. അങ്ങനെ യേശു നിത്യ പിതാവ് എന്ന് വിളിക്കപ്പെടും. ഇതാ മോൻ ജനിച്ചപ്പോ പിതാവ് എന്ന് വിളിച്ചില്ലേ ആളുകള്? കൺഗ്രാജുലേഷൻസ്, ഒരു കുട്ടിയൊക്കെ ആയല്ലോ, പിതാവ് എന്ന് വിളിച്ചു അല്ലേ? പക്ഷെ ആരെങ്കിലും ബെന്നിയെ നിത്യപിതാവ് എന്ന് വിളിച്ചോ? അതെന്താണാവോ കാര്യം? ബെന്നി മരിച്ചു പോകും. കുറച്ച് ആൾ കഴിയുമ്പോൾ ബെന്നി ഈ ഭൂമിയിലെ എല്ലാ പിതാക്കന്മാരും മരിച്ചു പോകും. പക്ഷേ ഇവിടെ പറയാണ് നിത്യപിതാവ് എന്ന് വിളിക്കും. കാരണം അവൻ ദീർഘായുസ് പ്രാപിച്ചു. ഇനി മരണമില്ല, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ഇതാണ് വെളിപ്പാട് 1:17 അല്ലെങ്കിൽ 18. യേശുക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ മരിച്ചവനായിരുന്നു, പക്ഷേ ഇപ്പൊ എന്നേക്കും ജീവിക്കുന്നു, ദീർഘായുസ് പ്രാപിച്ചിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇനി എനിക്ക് എന്തില്ല? മരണമില്ല. ഞാൻ കാൽവരി ക്രൂശിൽ ഉയർത്തെഴുന്നേറ്റപ്പോ ഞാൻ മക്കളെ കണ്ടു, മക്കളെ കിട്ടി എനിക്ക്. പക്ഷേ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ആ സമയത്തുണ്ടല്ലോ, ഇനി എനിക്ക് മരണവും ഇല്ല, ഇനി ഞാൻ പിതാവാണ്, മരണമില്ലാത്ത നിത്യമായ പിതാവ്. വായിച്ച് വെളിപ്പാട് 1:18, ഞാൻ മരിച്ചവനായിരുന്നു. ഞാൻ മരിച്ചവനായിരുന്നു. അപ്പൊ നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി, ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് താഴേക്ക്, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഇപ്പോ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. കണ്ടോ? അപ്പൊ ഇനി എനിക്ക് മരണമില്ല, ഇനി എനിക്ക് മരണമില്ല. ഇനി എനിക്ക് മരണത്തിന്റെ പാതാളത്തിനൊക്കെ താക്കോല എന്റെ കൈവശമുള്ള, എനിക്ക് മരണമില്ല. ഞാൻ ഇനി പിതാവ് മാത്രമല്ല, നിത്യ പിതാവ്. അങ്ങനെ ഈ പ്രവചനം നിറവേറി. ഈ പ്രവചനം മാത്രമല്ല, ഇതിന്റെ കൂടെ പല പ്രവചനവും നിറവേറി. നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ ഇനി നിറവേറാനുണ്ട് അതിൽ പലതും. കാരണം ആധിപത്യം അവന്റെ തോളിലിരിക്കും. നിറവേറിയിട്ടില്ല. അതിന് നിറവേറാനുള്ളതാ. ശിശു ജനിച്ചിരിക്കുന്നു, നിറവേറി. യേശുവിന്റെ ജനനത്തിങ്കിൽ നിറവേറി. മകൻ നൽകപ്പെട്ടിരിക്കുന്നു, യേശുവിന്റെ ജനനത്തിങ്കിൽ അതും നിറവേറി. അവൻ അത്ഭുത മന്ത്രിയാ, ഏറ്റവും നല്ല ആലോചന നൽകിയ കൗൺസിലർ എന്നാ അതിന്റെ അർത്ഥം. കൗൺസിലർ. മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, അതൊക്കെ ഇതോടുകൂടി നൽകൂ എന്നുള്ള ആ കൗൺസിലർ വേറെ ആളും തന്നിട്ടില്ല. ഏറ്റവും നല്ല കൗൺസിലർ. അവൻ വീരനാം ദൈവം എന്ന് വിളിക്കപ്പെടും. അവന്റെ ജനനത്തിലെ അവൻ ദൈവം തന്നെ, യാതൊരു സംശയവും ഇല്ല. കാരണം ദൈവത്തിന്റെ മകൻ ദൈവം തന്നെയാ. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ വീരനായിട്ടില്ല. വീരനാണെങ്കിൽ യുദ്ധം ജയിച്ചു വരണം. മനസ്സിലായോ? ദാവീദ്, ശ്രദ്ധിച്ചേ, ദേവദാസനെ ഉറങ്ങല്ലേ, ശ്രദ്ധിച്ചേ, ദാവീദ് ഇതാ യുദ്ധം ജയിച്ചു വരിക. ആട്ടിടയും പയ്യനാ, യുദ്ധം ജയിച്ചു വരികയാ. അപ്പൊ സ്ത്രീകൾ എന്നാ പാട്ടുപാടി? വീരന്റെ പാട്ടുപാടി. ഓർക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും? സ്ത്രീകൾ വീരന്റെ പാട്ടുപാടി. ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. മനസ്സിലായോ? വീരന്റെ പാട്ട്. യുദ്ധം ജയിച്ചു വരുമ്പോൾ ആ വീരനാകുന്നേ. പിടുത്തം കിട്ടിയ യേശുവിനെ കുറിച്ച് കാൽവരി ക്രൂശിലെ യാഗത്തിൽ പറയുകയാണ്. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ക്രൂശിൽ വെച്ച് അവൻ പൈശാചികരണത്തെ, വാഴ്ചകളെയും അധികാരങ്ങളെയും എല്ലാ ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി അവൻ ജയ ഉത്സവം കൊണ്ടാടി വീരനായി. അങ്ങനെ ദൈവപുത്രനായ ദൈവം വീരനാം ദൈവം എന്ന് പേർ വിളിക്കപ്പെട്ടു. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. ഇതൊക്കെ കാൽവരിയിൽ നിറവേറി. എന്നാൽ ഇനി നിറവേറാൻ ഒന്നുണ്ട്. ഗവൺമെന്റ് ഇപ്പോഴും തോളി കിട്ടിയിട്ടില്ല. മനസ്സിലായോ? അത് രാജ്യത്വം പ്രാപിക്കാൻ ഇവിടെ നിന്ന് പോയേക്കണേ. ഇനി രാജ്യത്വം പ്രാപിച്ച് തിരിച്ചു വരും. ഇതാണ് ക്രൂശിലെ കള്ളന് കിട്ടിയ വെളിപ്പാട്. ആ കള്ളൻ ഇങ്ങനെ പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തോളണമെന്ന്. ക്രിസ്ത്യാനിക്ക് കിട്ടിയിട്ടില്ല, കള്ളന് വെളിപ്പാട് കിട്ടി. പിടുത്തം കിട്ടിയ നീ പോയത് രാജ്യത്വം പ്രാപിക്കാനാണ്. അത് പ്രാപിച്ചു വരുമ്പോ എന്നെയും കൂടെ ഓർത്തോളണം. യേശു പറഞ്ഞു, അത്രയൊന്നും കാക്കണ്ട, ഇന്ന് നീ എന്റെ കൂടെ പർദീസയിൽ ഉണ്ടാകും. കാരണം നീ എനിക്ക് വേണ്ടി നിന്നതാ.
അല്ലേ? നിങ്ങളാണ് എൻ്റെ കഷ്ടങ്ങളിൽ കൂട്ടാനുഭവിച്ചത്. അതുകൊണ്ട് നിങ്ങൾ എന്നോടുകൂടെ വാഴൂ. ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ? ഇതേപോലെ യേശുവിനോട് കൂടെ നിൽക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ പ്രവർത്തിക്ക് കൂടെ നിൽക്കുക. ഭർത്താവിനോട് കൂടെ നിൽക്കുന്ന ഭാര്യയെ പോലെ കാന്തനോട് കൂടെ നിൽക്കുന്നവരായി നമ്മൾ. കാരണം കാന്തന്റെ പ്രവൃത്തി നിർവഹിച്ചെടുക്കാൻ. അല്ലല്ല, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ഓടുന്നവരായിട്ടല്ല. അപ്പൊ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതാണ് ദൈവ ഇഷ്ടം. നിങ്ങൾ മറന്നു പോകരുത്. അങ്ങനെ ദൈവത്തിന് തൻ്റെ വംശത്തെ കാണണം. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. അങ്ങനെ നമ്മൾ ഈ കാര്യം മനസ്സിലാക്കുക. ഒരു ചിത്രം കൂടി കാണിച്ച് ഞാൻ ഈ രംഗം അങ്ങ് വിടട്ടെ. ഓ ലോർഡ്, ഐ ലവ് യു. Jesus, I love you. ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങൾ ഈ വർഗത്തെ കണ്ടിട്ടുണ്ടോ? സ്ക്രീനിൽ നോക്കിയേ. ഒരു ജീവിയെ കണ്ടോ? ഈ ജീവിയെ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണെന്ന്? ഇപ്പോഴും പറയാണ് എൻ്റെ കണ്ണ് കാണത്തില്ലെന്ന്. എന്തത്? സിംഹം അല്ലേ? അപ്പൊ ഇതോ, താഴെയുള്ളതൊക്കെയോ സിംഹക്കുട്ടികൾ അല്ലേ? അപ്പൊ ഇതാണ് വംശം. മനസ്സിലായോ? സിംഹവംശമാണിത്. ദൈവത്തിന് കാണേണ്ടത് എന്താ? ദൈവത്തിന്റെ ഇഷ്ടം എന്താ? ദൈവവംശത്തെ കാണണം. ക്രിസ്തുവിലൂടെ തന്റെ വംശത്തെ കാണണം. തബ്വഹ അപ്പന വംശത്തേക്കിനെ പായ. ഇത് സിംഹവംശം. ഇനി ഈ കൂട്ടരെ അറിയോ? ഇതെന്തുവാ? പക്ഷികൾ. ചുരുക്കി പറഞ്ഞ നമ്മൾ ആകാശത്തിൽ പറന്ന് പോകണ്ടല്ലോ കൂട്ടം കൂട്ടമായിട്ട്. പക്ഷിവംശം. പക്ഷിവംശം. ഇതേത് വംശോ? മീമി. മത്സ്യ വംശം. മത്സ്യ വംശം. ഇനി നിങ്ങൾക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. അടുത്ത വംശം ഇതേത് വംശോ? എളുപ്പമാണല്ലോ അപ്പൊ നിങ്ങൾക്ക് പറയാൻ. നിങ്ങൾ മിടുക്കരാണല്ലോ. മനുഷ്യ വംശം. അപ്പൊ പക്ഷിക്ക് വംശമുണ്ട്, സിംഹത്തിന് വംശമുണ്ട്, മത്സ്യത്തിന് വംശമുണ്ട്, മനുഷ്യന് വംശമുണ്ട്. ആർക്കും വംശമില്ല. ദൈവത്തിന് വംശമില്ല. ഒരേ ഒരു മോനേ ഉള്ളൂ. വംശമില്ല. ഇവിടുത്തെ കിട്ടിയ. അപ്പൊ ദൈവത്തിന് എന്താ ആഗ്രഹം? എനിക്കും വേണം വംശം. ദൈവവംശം. മനസ്സിലായല്ലോ? അപ്പൊ മനുഷ്യവംശത്തിന് ദൈവം എന്തോ കൊടുത്തു? ദൈവവംശമാകാനുള്ള അധികാരം കൊടുത്തു. എങ്ങനെ? യേശു എന്ന ദൈവപുത്രനെ നാം സ്വീകരിച്ചാൽ മനുഷ്യവംശത്തിന് ദൈവവംശമാകാൻ അധികാരം കിട്ടുക. ഒരു വചനം പറയാമോ മോളെ? അതിനുള്ള വചനം. മനുഷ്യവംശത്തിന് ദൈവവംശമാകാനോട് കൊടുത്ത അധികാരമുള്ള ഒരു വചനം. യോഹന്നാൻ 1:12 ഇരുന്നു. യോഹന്നാൻ 1:12 മറന്നു പോകരുത്. മനുഷ്യവംശത്തിന് ദൈവവംശമാകാൻ കൊടുത്തിരിക്കുന്ന അധികാരമാണ് യോഹന്നാൻ 1:12. ഒന്ന് വായിച്ചു നോക്കിയാലോ? ഒന്ന് വായിച്ചേ. യോഹന്നാൻ 1:12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. കേട്ടോ? മനുഷ്യ മക്കൾക്ക് ദൈവമക്കളാകാൻ, ദൈവവംശമാകാൻ അവൻ അധികാരം കൊടുത്തു. ദൈവം അധികാരം കൊടുത്തു. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യ മക്കൾക്കും, മരണമുള്ളവർക്കും മരണമില്ലാത്ത ദൈവം വംശമാകാൻ, ദൈവ മക്കളാകാൻ അധികാരം കൊടുത്തു. അതുകൊണ്ട് മതക്കാരനാകാനല്ല അധികാരം കൊടുത്തേ. ഇവിടുത്തെ കിട്ടിയോ? മതക്കാരനാകാൻ, ദൈവവംശമായി തീരാൻ അധികാരം കൊടുത്തേ. നമ്മൾ അവിടെ നിന്നെല്ലാം താഴേക്ക് വലിഞ്ഞു പോയി. നമ്മൾ മതമായി, സംഘടനക്കാരായി, കത്തോലിക്കനും ബെന്തക്കോസുകാരനും യാക്കോബറ്റും ബ്രദറിനുകാരനുമായിട്ട് മാറി. അതൊന്നും ബൈബിളിലില്ല. ഹല്ലേലൂയ. ദൈവം മക്കളാകാൻ അധികാരം തന്നത് കാൺമിന് എത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നു. നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടാം. യോഹന്നാൻ 1:12 ഈ പറഞ്ഞേ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇനി ഇതിപ്പോ മനുഷ്യർക്ക് വംശമുണ്ട്, മത്സ്യത്തിന് വംശമുണ്ട്, പക്ഷിക്ക് വംശമുണ്ട്, സിംഹത്തിന് വംശമുണ്ട്, എല്ലാത്തിനും വംശമുണ്ട്. ദൈവത്തിന് മാത്രം വംശമില്ല. ദൈവത്തിന് ഒരേ ഒരു മോൻ മാത്രമേ ഉള്ളൂ, ഏകജാതൻ. മനസ്സിലായോ? ദൈവം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ദൈവം ദൈവത്തിന്റെ പുത്രൻ, ഏകജാതൻ, വംശമില്ല. അപ്പൊ ദൈവത്തിന് എന്ത് കാണണം? ഈ പുത്രനിലൂടെ തന്റെ വംശത്തെ കാണണം. ആ മക്കളൊക്കെ ആരെപ്പോലെ ഇരിക്കണം? ദൈവത്തിന്റെ ആഗ്രഹം മക്കളൊക്കെ ആരെപ്പോലെ ഇരിക്കണം? തന്റെ പുത്രനായ യേശുവെ പോലെ ഇരിക്കണം, ക്രിസ്തുവെ പോലെ ഇരിക്കണം. മനസ്സിലായോ? അങ്ങനെ കാരണഭൂതനായ ദൈവം മുഖാന്തരമായ തന്റെ പുത്രനിലൂടെ മക്കളെ ജനിപ്പിക്കുക. ഭൂമിയിൽ കാരണഭൂതനായ ഭർത്താവ്
മുഖാന്തരമായ ഭാര്യയിലൂടെ മക്കളെ ജനിപ്പിക്കുന്നു. സ്വർഗത്തിൽ അതൊക്കെ ജഡമക്കളാ, സ്വർഗത്തിൽ ആത്മമക്കളാ. ആത്മാവാകുന്ന പിതാവ് ആത്മാവാകുന്ന തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ മക്കളെ ജനിപ്പിക്കുക, വംശത്തെ ജനിപ്പിക്കുക. ആരെ പോലെ? എല്ലാം ക്രിസ്തുവിനെ പോലെ ഇരുന്നോണം. അങ്ങനെ ദൈവം കാൽവരി ക്രൂശ് ക്രിസ്തുവിലൂടെ മക്കളെ പുതിയതായി സൃഷ്ടിച്ചു. അതാണ് നിങ്ങൾ കാണുന്നത്. നോക്കിയേ, ശ്രദ്ധിച്ചു നോക്കിയേ, സ്ക്രീനിലേക്ക് നോക്കിയേ, എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിയേ. പുസ്തകം എഴുത്തൊക്കെ നിർത്തി സ്ക്രീനിലേക്ക് നോക്കിയേ, എഴുത്തൊക്കെ നിർത്തി സ്ക്രീനിലേക്ക് നോക്കിയേ, നോക്കിയേ, എല്ലാവരും നോക്കിയോ? അങ്ങനെ ക്രിസ്തുവെ പോലുള്ള അനേകം മക്കളെ ഒരുക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. കണ്ടോ? അനേകം മക്കൾ. മനസ്സിലായോ? ക്രിസ്തുവെ പോലുള്ള അനേകം മക്കൾ. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. സകലത്തിനും കാരണഭൂതനായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുക. ആരിലൂടെ? തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ പുത്രന്മാരെ ഒരുക്കുകയാ. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം, ഇതാണ് വിസ. മനസ്സിലായ? ഇവരുടെ ഉള്ളിലെ ടെക്നോളജി എന്ന് പറയുന്നത് ഇമ്മാനുവൽ ടെക്നോളജിയാണ്. ദൈവത്തെ ഭൂമിയിലെത്തിക്കും, ദൈവത്തെ തങ്ങളുടെ ജഡത്തിലൂടെ വെളിപ്പെടുത്തും. ഇവർ വെളിപ്പെടില്ല, ഇവരിലൂടെ ദൈവം വെളിപ്പെടും. പിടുത്തം കിട്ടിയ? മനുഷ്യരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അവരവരെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. എന്നെ കണ്ട, എൻ്റെ സംഘടന കണ്ട, എൻ്റെ ഗ്രൂപ്പ് കണ്ട. എന്നാൽ ദൈവപുത്രന്മാർ അങ്ങനെയല്ല. എന്നെ കണ്ടാൽ പിതാവിനെ കാണും. ഇതാണ് അവരുടെ ടെക്നോളജി. മനസ്സിലാവുന്നുണ്ടോ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഇതാണ് ദൈവപുത്രന്മാരുടെ ടെക്നോളജി. ഇവിടെ നമ്മളെ കാണുമ്പോൾ നമ്മളിലൂടെ ക്രിസ്തുവെ കാണും, ക്രിസ്തുവെ കാണുന്നവൻ പിതാവിനെ കാണും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള നമ്മിലൂടെ സ്വർഗത്തിലെ ദൈവത്തെ ഭൂമിയിൽ കാണും. അതാണ് ദൈവപുത്രന്മാർ. അവരുടെ ഉള്ളിലെ ടെക്നോളജിയാണ് അത് ഇമ്മാനുവൽ ടെക്നോളജി. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പക്ഷെ തൻ്റെ മാറിലിരിക്കുന്ന പുത്രൻ ആ ദൈവത്തെ വെളിപ്പെടുത്തുകയാണ്. അപ്പൊ പുത്രനെ കണ്ടാൽ സ്വർഗത്തിലെ പിതാവിനെ കാണുവാൻ എൻ്റെ ഉള്ളിൽ. പുത്രനല്ല പിതാവ്, സ്വർഗസ്ഥ പിതാവ്. പുത്രൻ പിതാവാണ്, നിത്യപിതാവ്. എന്നാൽ നിത്യപിതാവായ പുത്രനും നമുക്കും എല്ലാം ഒരു പിതാവുണ്ട്, അതാണ് സ്വർഗസ്ഥ പിതാവ്. ഇത് മനസ്സിലാക്കി വേണം. ഇതൊന്നും കഴിഞ്ഞ കാലത്ത് സഭ അറിയാൻ പിശാച് സമ്മതിച്ചില്ല, പിശാചിന്റെ ആളുകൾ സമ്മതിച്ചില്ല. ഇത് പറഞ്ഞു വരുമ്പോൾ അത് ദുരുപദേശം എന്ന് പറഞ്ഞ് ഓടിച്ചുവിടും. കാരണം എപ്പോഴും സഭ ഇരുട്ടി തന്നെ കിടക്കട്ടെ എന്നാണ് അവരുടെ ചിന്ത. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഈ വെളിച്ചം നിങ്ങൾക്ക് കിട്ടി. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ വെളിച്ചമായി മാറണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആളുകൾ നിങ്ങളെ ഉപദ്രവിക്കും, നിങ്ങളെ ഒറ്റപ്പെടുത്തണം. ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. ക്രിസ്തുവിന്റെ പുറകെ പൊക്കോ, ദൈവരാജ്യം അന്വേഷിച്ചോ. നിങ്ങൾക്ക് തിന്നാൻ വേണ്ടതും കുടിക്കാൻ വേണ്ടതും ഉടുക്കാൻ വേണ്ടതും ദൈവം നിങ്ങളുടെ പുറകെ എത്തിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ സമൂഹത്തിന്റെ നടുവിൽ ഞാൻ ഒറ്റയ്ക്കാ. ഈ സമൂഹത്തിന്റെ ക്രിസ്തീയ കോളത്തിന്റെ ഇടയിൽ ഞാൻ ഒറ്റയ്ക്കാ. പക്ഷെ ഈ ഒറ്റയ്ക്ക് പോകുമ്പോ ഇതാ ദൈവം എന്നെ പഠിപ്പിച്ച കാര്യമാണ് ഈ നോ ടേണിംഗ് ബാക്ക്. അപ്പോ പലരും നിന്നെ വിട്ടുപോകും. അപ്പോഴും തിരിഞ്ഞു അവരുടെ പുറകെ പോകണ്ട. അവരെ സ്നേഹിക്കുക, അനുഗ്രഹിക്കുക, ക്രിസ്തുവിന്റെ പുറകെ പോകുക. നിനക്ക് വേണ്ടതൊക്കെ നിന്റെ പുറകെ എത്തിയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നിനക്ക് വേണ്ടതൊക്കെ നിന്റെ പുറകെ. ദൈവം ഓരോരുത്തരും പ്ലാനറ്റിലെ ഓരോ സ്ഥലത്തും ഓരോരുത്തരോട് കൽപ്പിക്കും. ഹല്ലേലൂയ. അവർ നിനക്ക് വേണ്ടി കാക്കയായി മാറും. അവർ നിനക്ക് വേണ്ട സംഭവങ്ങൾ എത്തിച്ചിരിക്കും. നീ ഒരുത്തന്റെ മുമ്പ് കൈ നീട്ടത്തില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം നിന്നിൽ പ്രവർത്തിക്കാനായിട്ട് ഇടയാവും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഏലിയായ്ക്ക് കൊടുക്കാൻ ആരുമില്ല. ഈ സമയത്ത് മൊത്ത ക്ഷാമമാ. ദൈവം ഏലിയാവ് പറഞ്ഞുവിടുക, ഇന്ന സ്ഥലത്ത് ചെല്ലെന്ന് പറഞ്ഞുവിടുക. അവിടെയൊക്കെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ദൈവം പറയാണ്, ഇതാ നീ എന്റെ കാര്യം നോക്ക്, നിന്റെ ഈ ശരീരം തന്ന ഞാൻ അതിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഇറ്റ്സ് എൻ എഗ്രിമെന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ വ്യക്തമായി മുമ്പോട്ട് തന്നെ പോയിക്കൊള്ളാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ദൈവപുത്രന്മാരാണ് പ്രൊഡക്റ്റ്. സകലത്തിനും ലാക്കും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുക. അപ്പൊ ദൈവം ദൈവപുത്രന്മാരെ ഒരുക്കുകയാ. ഇനി നോക്കിയേ, ഈ സംഭവം കാക്കയ്ക്കും വാഴയ്ക്കും കൗങ്ങിനും ഇതെല്ലാം സൃഷ്ടിക്കും. ഇതറിയാം, നമുക്കിത് അറിയാൻ പാടില്ലാത്തുള്ളൂ. ദൈവത്തിന്റെ വചനം റോമ 8:19 പറയുകയാണ്, സകല സൃഷ്ടികള്. അതിന്റെ അർത്ഥം കോഴിയും താറാവും കൗങ്ങും വാഴയും എല്ലാം കാത്തിരിക്കുക മനുഷ്യപുത്രന്റെ ഉള്ളിൽ നിന്ന് ദൈവപുത്രൻ വെളിപ്പെടാൻ. പക്ഷെ നമുക്കിത് അറിയത്തില്ല. നമ്മൾ സുവിശേഷ പ്രസംഗക്കാരൊക്കെയാ, പക്ഷെ നമുക്കിത് അതിനും അറിയത്തില്ല. ദൈവം അന്വേഷിക്കുന്നത് ദൈവപുത്രന്മാരെ. എടുത്തെങ്കിൽ വായിച്ചേ, റോമ 8:19. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. കാരണം ദൈവപുത്രന്മാർ വെളിപ്പെട്ടിട്ടില്ല. ഇന്നും മനുഷ്യപുത്രന്മാരേ ഉള്ളൂ. മനുഷ്യപുത്രന്റെ ഉള്ളിൽ നിന്ന് ദൈവപുത്രൻ വെളിപ്പെടണം. അതായത് ഇമ്മാനുവൽ ടെക്നോളജി ഉള്ളവൻ വെളിപ്പെടണം. അതിനുവേണ്ടി സൃഷ്ടികളെല്ലാം, കോഴിയും വാഴയും താറാവും എല്ലാം കാത്തിരിക്കുക മനുഷ്യപുത്രന്റെ ഉള്ളിൽ നിന്ന് ദൈവപുത്രൻ വെളിപ്പെടാനായിട്ട്. പിടുത്തം കിട്ടിയ? അപ്പൊ നിങ്ങൾ ചോദിക്കും, അതിന് ഞാൻ എന്നാ ചെയ്യേണ്ടത്? യേശുവെ അനുഗമിക്കേ. 25-ലധികം പ്രാവശ്യം 4 സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുക, യേശുവെ
അനുഗമിക്കേ, അനുഗമിക്കേ, അനുഗമിക്കേ. അതുകൊണ്ട് സഭയിൽ യേശുവെ സ്തുതിക്കാൻ പറയുമ്പോൾ എല്ലാ ദേവദാസന്മാര് നിങ്ങൾ പറയണം, യേശുവെ അനുഗമിക്കേ, അനുഗമിക്കേ, അനുഗമിക്കേ. അതിലൂടെയാണ് നമുക്ക് മാറ്റം പറയുന്നത്. യേശുവിനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് മാറ്റം വരില്ല. ഹല്ലേലൂയ. യേശുവിനെ സ്തുതിക്കുന്നത് യോഗ്യമാണ്, കാരണം സർവ്വപ്രപഞ്ചത്തിന്റെ രാജാവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് മാറ്റമൊന്നും വരത്തില്ല. നമ്മൾ ഹോണർ ചെയ്യുക, ബഹുമാനം കൊടുക്കേണ്ടവന് ബഹുമാനം കൊടുക്കണം. പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കണം. എന്നാൽ നമുക്ക് മാറ്റം വരണമെങ്കിൽ നമ്മൾ യേശുവെ അനുഗമിക്കണം. അനുഗമിക്കുമ്പോൾ നമ്മുടെ സ്വന്തം രാജ്യം മാറി ദൈവരാജ്യം നമ്മളിലേക്ക് വരും. നമ്മളുടെ ഉള്ളിൽ പ്രോസസ്സ് നടക്കുകയാണ്. നിങ്ങളുടെ ഒരു ഡോക്ടർ ആകണമെങ്കിൽ നിങ്ങൾ MBBS ദിവസം MBBS പഠിപ്പിക്കുന്ന കോളേജിന്റെ പടിവാതിൽ പോയിട്ട് ഈ കോളേജ് വലിയവൻ, ഈ കോളേജ് നല്ലത്, എത്ര പേര് പാസ്സായി പോയിട്ടുണ്ട് കോളേജിൽ എന്ന് പാട്ട് പാടിയാൽ നിങ്ങൾ ഡോക്ടർ ആവോ? ഇല്ല. മനസ്സിലായോ? പകരം നിങ്ങൾ ആ കോളേജിൽ കയറി 1-ാം വർഷം പഠിക്കണം, 2-ാം വർഷം പഠിക്കണം. അതാണ് അനുഗമനം എന്ന് പറയുന്നത്. യേശുവോട് പഠിക്കണം, അനുഗമനം. 3-ാം വർഷം പഠിക്കണം, 4-ാം വർഷം പഠിക്കണം, 5-ാം വർഷം പഠിക്കണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞ് പാസ്സായാൽ, ജയിച്ചാൽ നീ ഡോക്ടർ. പിടുത്തം കിട്ടിയ ഇതുപോലെ യേശുവോട് പഠിക്കുക, ജയിച്ചാൽ നീ ദൈവത്തിന്റെ മകൻ. ഇതാ വെളിപ്പാട് 27 പറയുന്നത്, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് സ്കൂളിൽ പോയിട്ട് ജനഗണമന പാടി, അതായത് ദേശഭക്തി ഗാനം പാടി എവിടെ പോവുക? ആരാധനയ്ക്ക് പോവാ. എന്തിനാ? ദൈവഭക്തി ഗാനം പാടാൻ. അപ്പൊ ദൈവഭക്തി ഗാനം പാടി ആരെങ്കിലും ദൈവപുത്രനാവുമോ? ദേശഭക്തി ഗാനം പാടി എന്ന് പറഞ്ഞാൽ നീ സ്കൂളിലും കോളേജിലും ദേശഭക്തി ഗാനമൊക്കെ പാടും. ആ ദേശഭക്തി ഗാനം പാടുന്നതൊക്കെ നല്ല കാര്യമാണ്, കാരണം ദേശത്തോട് ഭക്തി വേണം. ദേശഭക്തി ഗാനം പാടി എന്നും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പാസ്സാവുമോ? സിലബസ് പഠിക്കണ്ടേ? യേശു പറയുന്നു, എൻ്റെ നുകമേറ്റി എന്നോട് പഠിച്ചാൽ നീ പാസ്സാകും, നിന്റെ സോളിന് ആശ്വാസം കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ആരും അവനവനെ തന്നെ ചതിക്കരുത്. ഇന്ന് കാണുന്ന ക്രിസ്തീയ സമൂഹത്തോടു കൂടെ അവരെ നമുക്ക് സ്നേഹിക്കാം, ബഹുമാനിക്കാൻ പ്രാർത്ഥിക്കാം. അവരോട് കൂടെ പോകരുത്, പകരം ക്രിസ്തുവോട് കൂടെ പൊക്കോളണം. നായകനോട് കൂടെ പോകണം, യാത്രക്കാരോട് കൂടെ പോകരുത്. മനസ്സിലായോ? നായകനോട് കൂടെ പോകണം, യാത്രക്കാരോട് കൂടെ പോകരുത്. അപ്പൊ നീ നായകനോട് കൂടെ പോകുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കും, എന്നാലും എല്ലാവരും പറയണ പോലെ അല്ലല്ലോ, ചെയ്യണ പോലെ അല്ലല്ലോ അയാൾ ചെയ്യുന്നേ. പക്ഷെ അയാൾ ചെയ്യുന്ന ആദ്യമൊക്കെ എതിർക്കും, അതിനുശേഷം അയാൾ ചെയ്യുന്നതൊക്കെ ബൈബിൾ പ്രകാരം. പക്ഷെ ഇയാൾ പറയുന്ന പോലെ ആരും പറയുന്നുമില്ലല്ലോ. ഞങ്ങളുടെ പടയിലും പാസ്റ്ററും അച്ഛനും സെൻട്രൽ പാസ്റ്ററൊക്കെ ഉണ്ട്, അവരാരും പറയുന്നില്ല ബൈബിളിൽ ഇല്ലാത്തതാണ് ഞങ്ങൾ പറയുന്നതെങ്കിൽ ചൂണ്ടിക്കാണിക്കണമെന്ന്. പക്ഷെ ഇയാൾ ആവർത്തിച്ച് പറയുന്നുണ്ട് ബൈബിളിൽ ഇല്ലാത്തതാണ് ഞാൻ പറയുന്നതെങ്കിൽ ചൂണ്ടിക്കാണിക്കണമെന്ന്. അപ്പൊ ഇയാൾ പറയുന്നതിൽ എന്തോ സത്യം ഉണ്ടല്ല. ആരും ഇയാൾ പറയുന്നത് തെറ്റാണെന്ന് പരസ്യമായി ബൈബിൾ അടിസ്ഥാനത്തിൽ പറയുന്നുമില്ല. ദുരുപദേശം പറയും. വീണ്ടും എന്താണ് ദുരുപദേശം ചോദിച്ചാൽ മിണ്ടത്തുമില്ല. എന്തോ സത്യം ഉണ്ടല്ലോ. ചിലരെങ്കിലും കുറമേണ ചിന്തിക്കാൻ തുടങ്ങും. അവർ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പുറകെ വരാൻ തുടങ്ങും. പക്ഷെ നിങ്ങളെങ്ങോട്ടാ പോണേ? യേശുവിൻ്റെ പുറകെ. യേശു അങ്ങോട്ട് ഉണ്ടാക്കണേ, പിതാവിൻ്റെ അടുക്കൽ. അങ്ങനെ അവർ പോലും നിങ്ങളെ അനുഗമിച്ച് അവിടെ എത്തും ചിലരൊക്കെ. പിടുത്തം കിട്ടിയ അതുകൊണ്ടാണ് കുറേ പേര് വിട്ടുപോകും, കൂടെയുള്ള കുറേ പേര് വിട്ടുപോകും. അതുകൊണ്ടാണ് ഇങ്ങനെ പാട്ട് പാടിയത്, ക്രിസ്തുവിൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക് എന്നപ്പൻ്റെ അടുക്കലേ യാത്രയെങ്കിൽ. ഇതുവരെ കൂടെ ഉണ്ടായിരുന്ന ബന്ധുക്കള്, കൂട്ടുകാര്, സപ്പോർട്ട് ചെയ്തവര് അവർ വിട്ടുപോകും. സ്നേഹിതർ വിട്ട് പിരിയുമ്പോൾ അവർ പറയും ഇതൊക്കെ ദുരുപദേശം കേട്ടോ, പോകരുത് കേട്ടോ. പിരിയുമ്പോഴും ഞാൻ അവരോട് പോവില്ല. മരിച്ചു പോകുന്ന ഈ ഭുജത്തോടുകൂടി പോയിട്ട് എന്തിനാ കാര്യം? മരണമില്ലാത്ത ക്രിസ്തുവിനോട് കൂടെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകണം. ഓരോ നിമിഷവും ദൈവത്തോട്, പിതാവിനോടും പുത്രനോടും ആത്മാവിലുള്ള കൂട്ടായ്മയിൽ. മറ്റൊക്കെ ജഡത്തിലുള്ള കൂട്ടായ്മയായിരുന്നു. 4 ചുമരിൻ്റെ ഉള്ളിൽ കുറച്ച് മാംസം, കുറച്ച് പൊടി കൊണ്ടുണ്ടാക്കിയ ശരീരത്തിനുള്ളിലുള്ള കുറച്ച് പേര് ഒരുമിച്ച് ബ്രദറും സിസ്റ്ററും ഒക്കെ ആയിട്ട് കൂട്ടായ്മ. അത് ഇവിടെ കൊണ്ട് തീരും. അവർക്ക് സെമിത്തേരി ഉള്ള കൂട്ടരാ. മനസ്സിലായോ? അവർ ചോദിക്കാറില്ലേ നിങ്ങൾക്ക് സെമിത്തേരി ഉണ്ടോ? അല്ലേ? അങ്ങനെയുള്ള കൂട്ടരാ. നമ്മൾ സെമിത്തേരി ഇല്ലാത്ത ഫെലോഷിപ്പിലേക്ക് ചേരുക. മനസ്സിലായോ? പിതാവും പുത്രനും ആ ഒരു മണ്ഡലത്തിൽ എന്തില്ല? സെമിത്തേരി ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഏലാസനെ ഉറങ്ങല്ലേ, ഒന്ന് തൊട്ടേര് അദ്ദേഹത്തെ കേട്ടോ. അദ്ദേഹം അറിയാതെ എന്താ ക്ഷീണ ഉറങ്ങുക. അപ്പോൾ ശ്രദ്ധിച്ചേ, അവിടെ സെമിത്തേരി ഇല്ല. അപ്പൊ സെമിത്തേരിയുള്ള കൂട്ടായ്മയിൽ നിന്ന് സെമിത്തേരി ഇല്ലാത്ത കൂട്ടായ്മയിലേക്ക് ഒരു യാത്രയാണ്. പിടുത്തം കിട്ടിയ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നില്ല ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടെന്ന്. നിങ്ങൾ വീണ്ടും കേൾക്കുന്നത് ഒന്ന് സ്തുതിക്കുക, ഒന്നും കൂടി സ്തുതിക്കുക, ആരാധിക്കുക, ഇപ്പൊ കിട്ടും, ആരാധിച്ചാൽ കിട്ടും, ദേ വരുന്നു വിടുതൽ എന്നൊക്കെ പറഞ്ഞായിരിക്കും കേൾക്കാൻ പോണേ. അത് നിങ്ങളെ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക, അതെങ്ങും പോവില്ല. ഹല്ലേലൂയ. എന്നാൽ
നിങ്ങൾ ക്രിസ്തുവെ അനുഗമിക്ക്, ക്രിസ്തുവിൻ്റെ പുറകെ പോ, ഇവിടെ വേണ്ടത് ചേർത്ത് നൽകപ്പെടും. അപ്പം നൽകപ്പെടുമ്പോൾ ശ്രദ്ധിച്ചുകൊള്ളണം, നമ്മുടെ ഹൃദയം നിഷ്കളങ്കമായിരിക്കണം. നമ്മുടെ ഹൃദയം സൂത്രം പണിയാൻ പോകരുത്. കാരണം നമ്മൾ ആരെ അനുഗമിക്കുന്നു എന്ന് വെച്ചാൽ ആ ക്രിസ്തുവിനും ക്രിസ്തുവിൻ്റെ പിതാവിനും നമ്മുടെ ഹൃദയമൊക്കെ വ്യക്തമായിട്ട് കാണാം. അല്ലെങ്കിൽ സൂത്രപ്പണിയൊന്നും അവിടെ നടക്കത്തില്ല. അനന്യ സഫീറ എന്ന് പറയുന്ന 2 ഭക്തരുണ്ടായിരുന്നു. വളരെ ഭക്തിയാണ്, സ്വത്തൊക്കെ വിറ്റുകൊണ്ട് സഭയ്ക്ക് കൊടുത്തതാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും അവരുടെ ഹൃദയത്തിൽ സൂത്രപ്പണിയാണ്. മനസ്സിലായോ? ദൈവം അവരെ അംഗീകരിച്ചില്ല, അവരെ വെട്ടി താഴെയിട്ട് കളഞ്ഞു. അപ്പോൾ സത്യസന്ധതയോടുകൂടി വേണം ക്രിസ്തുവെ അനുഗമിക്കാൻ. ഹല്ലേലൂയ. സത്യസന്ധ, അതിൻ്റെ അർത്ഥം നമ്മൾ വിശുദ്ധരല്ല, പക്ഷേ സത്യസന്ധത ഉള്ളതുപോലെ പറയും. പരീശന്മാർ ഈ വേശ്യകൾ തമ്മിലുള്ള വ്യത്യാസം അന്ന് യേശുക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ്: പരീശന്മാരെന്ന് വെച്ചാൽ വെള്ള തേച്ച കുഴിമാടങ്ങളാണ്, പുറത്ത് ഭയങ്കര ഭക്തിയുള്ളവരാ, പക്ഷെ അകത്ത് ചീഞ്ഞഴിഞ്ഞിരിക്കുക ഹൃദയം. പക്ഷേ വേശ്യ വന്നത് എങ്ങനെയാണെന്നറിയാമോ? ചുങ്കക്കാരൻ വന്നത് എങ്ങനെയാണെന്നറിയാമോ? അവരങ്ങനെയൊന്നും പറഞ്ഞില്ല, ഞാൻ ചുങ്കക്കാരനാണ്, ഞാൻ വേശ്യ എന്നും പറഞ്ഞാൽ വരുന്നത്. അതാണ് ദൈവത്തിന് ഇഷ്ടം. മനസ്സിലായോ? നീ ആയിരിക്കുന്ന അവസ്ഥയിൽ അത് അംഗീകരിച്ച് പറയാ, ഞാൻ ഇന്ന ആളാണ്. അതാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞേ, ചുങ്കക്കാരും പാപികളും നിങ്ങൾക്ക് മുമ്പേ സ്വതരായി കയറും എന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ സൂത്രപ്പണിയൊന്നും കാണിക്കാൻ പോകരുത്. ഉള്ളതുപോലെ തന്നെ, അതേപോലെ തന്നെ അറിയിക്കുക. അപ്പനെ അറിയിക്കാതെ ഒരു പരിപാടി ചെയ്യരുത്. എല്ലാം അപ്പനെ അറിയിക്കുക, അപ്പൻ്റെ പെർമിഷൻ വാങ്ങിക്കുക, ചെയ്യുക. അത് ഇച്ചിരി സമയമെടുക്കും. ഇതൊക്കെ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാൻ ഇച്ചിരി സമയമെടുക്കും. പെട്ടെന്ന് കിട്ടത്തില്ല. ലോകാനുരൂപത കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ചെയ്യുക. അത് നമ്മളുടെ ഉള്ളിലെ നമ്മുടെ ആ കോൺഷ്യസ് മൈൻഡിനെ ബ്ലോക്ക് ചെയ്ത് ചോക്ക് ചെയ്ത് കളയും. നമുക്ക് പിന്നെ കിട്ടത്തില്ല, മനസ്സിലാകത്തില്ല. ടേക്ക് ടൈം. മനസ്സിലായി? ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ ഇത് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഈ സന്ദേശം നിരന്തരം കേൾക്കണം, അപ്ഡേറ്റ് കേൾക്കണം. കഴിയുമ്പോൾ ഈ പുസ്തകങ്ങൾ 4 എണ്ണം, ഇതിലൊരു പുസ്തകം കുറവുണ്ട്, ഇന്നലെ ഞാനൊരു വ്യക്തിക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു, അതോടെ ഫില്ല് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിച്ച്, നിങ്ങൾ ഇത് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു ബേസിക് കിട്ടും. പിന്നെ നിങ്ങൾ അനുദിനം വളരുക, ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാപിക്കുക. എന്നിൽ നിന്ന് കേൾക്കുന്നതൊക്കെ സെക്കൻഡ് ഹാൻഡാണ്. അത് നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡാണ്, എനിക്കത് ഫസ്റ്റ് ഹാൻഡാണ്, നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡാണ്. നിങ്ങളത് ദൈവത്തിൽ നിന്ന് ഫസ്റ്റ് ഹാൻഡ് ആക്കുക. ഹല്ലേലൂയ. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനകരമായി തീരും. അപ്പോൾ ഈ സെക്ഷനിൽ ഞാൻ വിടുകയാണ്. ഇനി ഒരല്പമായി കുടുംബ ജീവിതത്തെക്കുറിച്ചൊന്ന് കേട്ട് നമ്മൾ ഈ സെക്ഷൻ അവസാനിപ്പിക്കുക. എല്ലാവരും ദിവസം എഴുന്നേറ്റ് ക്രിസ്തുവിൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക് എന്നുള്ള പാട്ടിൻ്റെ 1-2 സ്റ്റാൻസോ ഒന്ന് പാടിയിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കയറാം. ഓ ലോർഡ്, ഐ ലവ് യു. ഓ ഫാദർ, വി താങ്ക് യു. ഞാനോരോ
ഹല്ലേലൂയ. റീസ്റ്റാർട്ട്.